الحمد لله نحمده ونستعينه به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها كل بدعة ضلالة. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞിടം മുതൽ നാം നിരന്തരമായ ജിഹാദിലാണ്. അതതിന്റെ വിജയകരമായ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇന്ന് സമാപന സമ്മേളനം വരെ നാം നമ്മുടെ ആദർശത്തെ സംബന്ധിച്ച് തന്നെ ആദർശപരമായ കാര്യങ്ങളെപ്പറ്റി തന്നെ പഠിക്കുകയും സംസാരിക്കുകയുമായിരുന്നു. സമാപന സമ്മേളനത്തിൽ അതിഥികളുടെ സംസാരം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ യോഗം പിരിഞ്ഞ് വീട്ടിലെത്താനുള്ള ബന്ധയിലാണ് നാം ഓരോരുത്തരുമുള്ളത്. സ്വാഭാവികമായും അതിന്യായമായ ഒരു തോന്നലാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്ര അല്പം നീട്ടിവെക്കാൻ കഴിയുമെങ്കിൽ അത് കഴിയുന്ന ആളുകൾ നീട്ടിവെക്കുക. നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റിയാണ്. ഞാൻ സുദീർഘമായി നിങ്ങളോട് പ്രസംഗിക്കില്ല. ശാരീരികമായി തന്നെ എനിക്കതിന് തടസ്സങ്ങളുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാമെന്ന് നിങ്ങൾക്കറിയാം. അതിനെ തെറ്റിദ്ധാരണയിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ലോകരംഗത്ത് രണ്ടും കൽപ്പിച്ചിറങ്ങിയവരാണ് സലഫികൾ. നിർഭാഗ്യമെന്ന് പറയട്ടെ, മുസ്ലിംകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ളതും ഈ സലഫി സംഘടനയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ ഒരളവോളം നിലനിൽക്കുവാനും അതിനെ തെറ്റിദ്ധാരണയിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ഒരുങ്ങിയ സലഫി സംഘടന കൂടി ആ തെറ്റിദ്ധാരണകളിൽ മുങ്ങിപ്പോകാനും കാരണമായിത്തീരുന്നു. ഈ അവസ്ഥാവിശേഷം മുജാഹിദ് പ്രവർത്തകരായ ആളുകൾ മനസ്സിലാക്കണമെന്ന് അവരെ ഉത്ബോധിപ്പിക്കുക മാത്രമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നതിന്റെ ഉദ്ദേശം. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി ഇത്രയധികം തെറ്റിദ്ധാരണയുള്ളത്? ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ തെറ്റിദ്ധാരണ? എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് നിർവഹിക്കുവാനുള്ള ദൗത്യം എന്നിത്യാദി കാര്യങ്ങൾ പല ഗുരുവായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കാം. നിങ്ങൾ പലപ്പോഴും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് പോലെ മുസ്ലിംകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ട വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറയേണ്ടതിനായി റബ്ബുൽ ആലമീനായ തമ്പുരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. പറയുക പ്രവാചക, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷെ എനിക്കൊരു സവിശേഷതയുണ്ട്, എനിക്കൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്കില്ലാത്ത. അതെന്താണെന്നറിയോ? നിങ്ങൾ ആരാധിക്കേണ്ടവൻ, നിങ്ങളുടെ ആരാധന കൽഹായ
ഒരേ ഒരു ആൾ മാത്രമാണ്, ഒരേ ഒരു ആരാധ്യൻ മാത്രമാണ് എന്ന് എനിക്ക് ദൈവികമായ സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സവിശേഷത വെച്ച് പുലർത്തുന്ന മനുഷ്യൻ മാത്രമാണ് ഞാൻ എന്ന് ജനങ്ങളോട് പറയുക. അതുകൊണ്ട് സമൻകാല എഴുതിക്കാലത്തിൽ ആരെങ്കിലും തന്റെ നാഥനെ, തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽപ്രവൃത്തികൾ ചെയ്യേണ്ടതാണ്. തന്റെ നാഥനെ ഇബാദത്ത് ചെയ്യുന്നതിൽ, ആരാധിക്കുന്നതിൽ ആരെയും പങ്കുചേർക്കുകയുമരുത്. എന്താണ് മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്ന് ഈ ആയത്തുകളെ വ്യക്തമാക്കി തരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറ്റു മനുഷ്യരിൽ നിന്നുള്ള പ്രത്യേകത എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാൻ അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു. എന്താണ് ലഭിച്ചുള്ള പ്രത്യേകത? നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാണ്, ഒരാളെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് എനിക്ക് വഴി ലഭിക്കുന്നു. ഞാൻ വെറുതെ പറയുകയല്ല, ചിന്തിച്ചുള്ള തീരുമാനത്തിലെത്തിയതല്ല, പാരമ്പര്യമായി പഠിച്ച ഒരു വിശ്വാസം അവതരിപ്പിക്കുകയല്ല. പടച്ചു തമ്പുരാൻ നേരിട്ട് എനിക്ക് അറിയിക്കുന്നു ഈ കാര്യം നിങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടിയെന്ന്. ഇതാണ് മുസ്ലിങ്ങളുടെ പ്രത്യേകത. ഇതാണ് ഒന്നായിരിക്കുക എന്നത്. ഇതാണ് മറ്റുള്ളവർക്കില്ലാത്തത്. ഈ കാര്യത്തിൽ മുസ്ലിങ്ങൾ ഭിന്നിക്കുമെന്ന് ഒരു പക്ഷേ പ്രവാചകനല്ലാത്ത മറ്റാരെങ്കിലും കാര്യമായി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് തോന്നിയത്. ഈ പ്രത്യേകതയ്ക്ക് വേണ്ടിയാണ് പ്രവാചകൻ അയക്കപ്പെട്ടത്. മുമ്പുള്ള പ്രവാചകന്മാർ അയക്കപ്പെട്ടതല്ലേ? ഈ സന്ദേശം വഹിക്കുന്നവരാണ്. ഈ സന്ദേശത്തിന്റെ തത്വത്തിൽ മുസ്ലിങ്ങൾക്ക് തമ്മിൽ തർക്കമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കാത്ത മുസ്ലിം സമുദായമില്ല. തത്വത്തിൽ യോജിക്കുന്നു. തത്വത്തിൽ യോജിക്കുന്നവർ മുസ്ലിംകൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും യോജിക്കുന്നു, ജൂതന്മാരും യോജിക്കുന്നു. ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒരുപോലെ അംഗീകരിക്കുന്ന 10 കൽപ്പനകളിൽ നിന്റെ ദൈവം ഏകനാണ്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തത്വം അംഗീകരിക്കുന്നു. പക്ഷേ അംഗീകരിക്കുന്നതിൽ പ്രവർത്തിയിൽ തകരാറ് കൊണ്ടുപോയി. ഞാൻ വളരെ വേഗം എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിൽ അംഗീകരിച്ച മുസ്ലിംകൾ പിന്നെ എന്തിനാണ് വിവിധ ചേരികളിലായി നിൽക്കുന്നത്? ഞാൻ ആ കാര്യം വിജയിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഐക്യം എന്ന പദമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിംകളുടെ വേദികളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പദവും അതാണോ എന്നിപ്പോൾ എനിക്ക് സംശയം തോന്നുകയാണ്. ഐക്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ആദർശത്തിൽ വിശ്വസിക്കുകയും ആദർശപരമായ അഭിപ്രായ ഭിന്നതയില്ലാതിരിക്കുകയും ചില ദുർബല നിമിഷങ്ങളിലുണ്ടായ പ്രത്യേക സാഹചര്യം മുഖേന ഭിന്നിച്ചു പോവുകയും ചെയ്ത ആളുകൾ ഐക്യത്തിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവുകയും അംഗീകരിക്കുകയും ചെയ്തതാണ്. അതിന് സാധാരണ ഐക്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള 100% അർത്ഥമാണ്. ആദർശപരമായി ഭിന്നിച്ചിട്ടില്ല. ആദർശവും ഉദ്ദേശ്യവും ലക്ഷ്യവും ഒന്ന് തന്നെ. അങ്ങനെയുള്ള ഒരു സംഘടന മറ്റു ചില കാരണങ്ങളാൽ ഭിന്നിക്കുകയും തെറ്റുകേടുകളായി നിൽക്കുകയും ചെയ്യുമ്പോൾ എന്ന തത്വത്തിന്റെ പരിധിയിൽ അവർ വരുന്നു. സത്യവിശ്വാസികൾ ഏകോദര സഹോദരന്മാരാണ്. അവർക്കിടയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായാൽ യോഗ്യമാക്കേണ്ടതാണ്. നിങ്ങൾ ഐക്യപ്പെട്ട് ജീവിക്കണം എന്നവരോട് പറയുവാൻ എല്ലാ വിശ്വാസികൾക്കും അവകാശമുണ്ട്. അതിനുവേണ്ടി ആഹ്വാനം ചെയ്യേണ്ടതുണ്ട്. അതവർ സ്വീകരിക്കാൻ ബാധ്യസ്ഥരുമാണ്. അതിന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ ഖുർആനിന്റെ വ്യക്തമാക്കി ഞാൻ വഹിക്കലാറുണ്ട്. എന്നാൽ ആദർശപരമായി നിൽക്കുന്ന, ഭിന്നത്തിൽ നിൽക്കുന്ന സംഘടനകളും വ്യക്തികളും ഉണ്ടാകാം. അവരോട് യോജിക്കണമെന്ന് പറയുമ്പോൾ അതിന് നിങ്ങളുടെ അഭിപ്രായ ഭിന്നതകളൊക്കെ വലിച്ചെറിയുകയും നിങ്ങൾ ഒരേ ആശയത്തിൽ വിശ്വസിക്കുന്നവരായി തീരുകയും ചെയ്യുകയും എന്ന അർത്ഥത്തിലാകരുത്. അങ്ങനെ പറയുന്നത് അപ്രായോഗികമായ ഒരു കാര്യമാണ്. ഞാൻ ഒരു ചെറിയ കഥ പറയട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അമീർ സൈന്യങ്ങളുമായി ഏറ്റുമുട്ടുകയാണ്. മക്കയിൽ പരിശുദ്ധ ഹറമിൽ യുദ്ധം നടക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അദ്ദേഹം രണാങ്കണത്തിലാണ്. അദ്ദേഹം അവിടെ ഗവർണർ, അവിടുത്തെ അമീറായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുമ്പോൾ പൊതു ഖലീഫയായ അമീർ ഖലീഫ ആളുകളെ അയക്കുകയും അദ്ദേഹവുമായി ഏറ്റുമുട്ടുകയും ചെയ്യുകയാണ്. രണാങ്കണത്തിൽ യുദ്ധം തകൃതിയായി നടക്കുകയും അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്
അല്പം പരാജയം ദൃശ്യമായി തുടങ്ങുകയും ചെയ്ത ഒരവസ്ഥ. ഈ അവസ്ഥയിൽ അബ്ദുല്ലാഹിബ്നു സുബൈർ ഉമ്മയുടെ അടുത്ത് വരികയാണ്. ഉമ്മ ആരാണെന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠ സഹോദരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്തച്ചി അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് കയറി വരുന്നു. അവർക്ക് അന്ന് കണ്ണിന് കൃത്യമായ കാഴ്ചയില്ല, പ്രായാധിക്യമുണ്ട്. ഒരു മകന്റെ, ആരോഗ്യവാനായ ഒരു മകന്റെ താങ്ങും തളരും ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രായമാണ് അവർക്ക്, അവസ്ഥയാണ് അവർക്ക്. കാര്യമൊന്നും ആരാണത്? അസ്മയുടെ ചോദ്യം, ഇത് ഞാൻ അസുഖയാണ്, എന്തുകൊണ്ട് എന്താ പോകുന്നത്, എന്താണ് ആവശ്യം? ഉമ്മ, ഞാനൊരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളോട് അഭിപ്രായം അറിയാൻ വന്നതാണ്. എന്താണ് കാര്യം മകനെ? അന്ന് പറഞ്ഞു, യുദ്ധത്തിൽ ഏതാണ്ട് ഞാൻ തോറ്റുപോകുമോ എന്നുള്ള അവസ്ഥയാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ കീഴടങ്ങണോ, മരണം വരെ യുദ്ധം ചെയ്ത് മരണം വരിക്കണമോ എന്നത് സംബന്ധിച്ച് മാതാവിന്റെ അഭിപ്രായമാരായാൻ വേണ്ടി വന്നതാണ്. അസുമ ചോദിച്ചു, മകനെ, താൻ ഇതുവരെ യുദ്ധം ചെയ്ത് സത്യത്തിന് വേണ്ടിയായിരുന്നു? അതെ. നിനക്കുറപ്പുണ്ടോ? അതെ. എങ്കിൽ പിന്നെ നീ എന്തിനു കീഴടങ്ങണം? സത്യത്തിന് വേണ്ടിയാണെങ്കിൽ സമരം ചെയ്തതെങ്കിൽ നിങ്ങൾ എന്തിനു കീഴടങ്ങുന്നു? ഇപ്പോൾ സത്യമല്ല നിന്റെ ഭാഗത്തു നിന്നിൽ എന്ന് നിനക്ക് മനസ്സിലായോ? പിന്നെ മരിക്കാൻ പേടിച്ചിട്ടാണോ, മരണം ഭയപ്പെട്ടുകൊണ്ടാണോ, ഭീരുവായിക്കൊണ്ടാണോ താൻ കീഴടങ്ങാൻ പോകുന്നത്? മാതാവിന്റെ ചോദ്യം. അല്ലെന്ന് പറഞ്ഞു, അല്ല ഉമ്മ, മരിക്കുന്നതിലേക്ക് ഭയമില്ല. ധീരമായി എന്റെ ഭാഗത്തുള്ള സത്യത്തിന് വേണ്ടി പോരാടി മരിക്കുവാൻ ഞാൻ തയ്യാറ്. പക്ഷേ ഞാൻ മരിച്ചാൽ, എന്നവർ കൊന്നാൽ മരണശേഷം അന്നവണ്ണം ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എടാ കുട്ടി, അറുത്ത ആട് തോൽ പൊളിക്കുമ്പോൾ വേദനിക്കാറില്ല, നീ അത് മനസ്സിലാക്കിയിട്ടില്ലേ? മരിച്ചതിന് ശേഷം നിന്റെ ശവം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് നിനക്കെന്ത് കാര്യം? പറഞ്ഞു, മാതാവേ, അന്ന് പറയുന്നത് ശരിയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ അടക്കളത്തിലേക്ക് പോവുകയാണ്, സത്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങുന്നത്, എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ ഷഹീദാകാൻ പോവുകയാണ് എന്ന് പറയുകയും മകൻ പോയി മരിക്കുകയും ചെയ്യും. ഷഹീദായിട്ട് തിരിച്ചില്ല. ഞാനിവിടെ പറയുന്നത് ആ യുദ്ധത്തിൽ ആരുടെ ഭാഗത്തായിരുന്നു ന്യായം, ന്യായക്കേട് വിലയിരുത്തുവാനല്ല, സത്യമായ ഒരു വിശ്വാസത്തിന്റെയും ഒരു ആദർശത്തിന്റെയും പേരിൽ ഭിന്നിച്ചു നിൽക്കുമ്പോൾ ആ ഭിന്നിച്ചവരോട് നിങ്ങൾ ഇന്നു മുതൽക്ക് നിങ്ങളുടെ ആദർശമൊക്കെ ഉപേക്ഷിച്ച് രണ്ടുപേരും കുളിച്ച് കുപ്പായമിട്ട് തൊട്ടിയിട്ട് വരുവീൻ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നേരെ മറിച്ച് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ദുർബല നിമിഷത്തിന്റെ വിഷയമായി ഭിന്നിക്കുമ്പോൾ അവരെ ലോകമാക്കുകയും അവരോട് ഐക്യപ്പെടുന്നില്ലെന്ന് പറയുകയും ചെയ്തതിൽ ശരിയായ അർത്ഥത്തിലാണ്. അതവർ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ആദർശത്തിന്റെ പേരിൽ വിധിച്ചവരോ ആ ആദർശം മുറുകെ പിടിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം സ്വായത്തമായി കരുതുകയും കൊണ്ടുപോലെ സൂക്ഷിക്കുകയും ചെയ്യുവാൻ അനുവദിക്കപ്പെട്ടാൽ പിന്നീട് യോജിക്കാവുന്ന പോയിന്റിൽ യോജിക്കുന്നതിൽ യാതൊരു വിരോധമല്ല. അതാണ് അവിടെ ഐക്യം. കേരളത്തിൽ മുജാഹിദിനെ സംബന്ധിച്ച് പലരും ഐക്യത്തിന്റെ വക്താക്കളായി അവരെ ഉപദേശിക്കാറുണ്ട്. ആളുകൾ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ ഈ സ്റ്റേജിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ പറ്റിയല്ല പറയുന്നത്. സംഘടനയുടെ തന്നെ ആളുകൾ പറയുന്നത് കേട്ടാൽ തോന്നും എല്ലാവരും ഐക്യത്തിന് വേണ്ടി ദാഹിച്ച് തലവശരായി പാടി നടക്കുമ്പോൾ കേരളത്തിൽ മുജാഹിദിനും അതിന്റെ ആദർശം ചെയ്തിട്ടുള്ള മുജാഹിദുകളും മാത്രം ഐക്യത്തിന്റെ നേർക്ക് എപ്പോഴും കഷായം ഓടി നിൽക്കുകയാണ് എന്ന ചൊല്ലിയാണ് പലയിടത്തു നിന്നും കേൾക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഐക്യമെന്താണെന്ന് മനസ്സിലാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ആളുകൾ മനസ്സിലാക്കരുതെന്ന് വിചാരിക്കുകയോ ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ് മുജാഹിദുകൾക്ക് നേരെ കൂടുതൽ ഐക്യത്തെ സംബന്ധിച്ച് സംസാരിക്കപ്പെടാറുള്ളത്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരുന്നു. ഐക്യവിരോധികളാണ് മുജാഹിദുകൾ, ഞങ്ങൾ ഐക്യവിരോധികളാണെന്ന് പെരുമ്പറയടിക്കുകയും അത് ജനങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടി ചുളിവിൽ പുസ്തകം എഴുതി നിൽക്കാൻ നോക്കുകയും ചെയ്ത ആളുകൾ പറയും. അവർക്ക് നെയ്യപ്പം തിന്നമാകിയാൽ ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയും ചെയ്യാം, പുസ്തകം വിറ്റതിന്റെ നേരിയ ലാഭം ഉൾക്കൊള്ളുകയും ചെയ്യാം എന്നാണ് എപ്പോഴും അങ്ങനത്തെ ആൾക്കാർ വിചാരിക്കാറ്. ഞങ്ങളവരുടെ ആയുധം തെറിപ്പിച്ചു കളഞ്ഞു.
ഞങ്ങൾ ഈ ഐക്യം എന്ന് പറയുന്നത് യോജിക്കാവുന്ന പോയിന്റിൽ മുസ്ലിങ്ങൾ യോജിക്കണം എന്നുള്ളത് മുസ്ലിങ്ങളല്ല, അമുസ്ലിങ്ങളുമായി യോജിക്കാവുന്ന പോയിന്റിൽ യോജിക്കണം. ഒരു നാട്ടിൽ ഒരു റോഡ് വെക്കുന്നു, അതിലെ കമ്മിറ്റി അംഗങ്ങളൊക്കെ സാക്ഷാൽ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി കിടക്കൊള്ളുന്നവർ മാത്രമായാലേ ആ റോഡ് വെട്ടാൻ പാടുള്ളൂവെന്നോ അതിൽ നടക്കാൻ പാടുള്ളൂ. ആ നാട്ടിലെ റോഡ് വേണം, അതിൽ നടക്കാവുന്ന ആളുകൾ മുഴുവൻ അതിൽ യോജിപ്പിക്കാം എന്ന ഐക്യ മനോഭാവം തന്നെയാണ് എപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏത് കാര്യത്തെപ്പറ്റി നിങ്ങൾ നോക്കൂ, ഞങ്ങൾ സ്റ്റേജിൽ എങ്ങനെയാണ് യൂണിയനുണ്ടാകുന്നത്, എങ്ങനെയാണ് ഐക്യ അഖിലേന്ത്യാധികാരുണ്ടാകുന്നത്, എങ്ങനെയാണ് മുസ്ലിം ലീഗുകാരുണ്ടാകുന്നത് എന്ന് ചോദിച്ചു നടന്നൊരു കാലം ഉണ്ടായിരുന്നു. പാമത്തിത്തങ്ങളും സീഡിസായും രണ്ടാവശ്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ മുജാഹിദുമായ ആളുകളിൽപ്പെട്ട ഒരു വിഭാഗം ലീഗുകാരന് എങ്ങനെ മുജാഹിദ് സ്റ്റേജിൽ ഉണ്ടാകുക എന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങളത് പറയാറുണ്ട്, അതാണ് ശരിയായ പ്രായോഗികമായ ഐക്യം. യോജിക്കാവുന്ന പോയിന്റിൽ ആരുമായി യോജിക്കാനും ആരുമായും യോജിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും പ്രവണത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു നാട്ടിൽ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുകയും അവിടെ കുഴപ്പമുണ്ടാവുകയും മുസ്ലിങ്ങൾ പീഡിതരാവുകയും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഫണ്ട് രൂപീകരിക്കുകയാണെങ്കിൽ അതിൽ പോലും സഹകരിക്കാതെ സ്വന്തം ഫണ്ട് രൂപീകരിക്കാതെ ഫണ്ടാവൂ എന്ന് വിചാരിക്കുന്നവരാണ് എപ്പോഴും നെതിരത്തിന് ഐക്യത്തിന്റെ പേരിൽ ആക്ഷേപിക്കാറുള്ളത്. ആർക്കാണ് വേണ്ടത്? ഒരു നാട്ടിൽ ഒരാളെ ഒരു ചെറിയ രാഗത്തായി വെച്ചാൽ എല്ലാ മുസ്ലിങ്ങളും കൂടി ആരെങ്കിലും ഒരാളെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറ്റൂല, സ്വന്തം നിരത്തി നമ്മളെ ഭാഗത്തന്നെ വേറെ വേണം എന്ന് വിചാരിച്ചാൽ അത് രാഷ്ട്രീയമായ ക്രെഡിറ്റിന് വേണ്ടിയുള്ള ആ തന്ത്രം എല്ലാവർക്കും മനസ്സിലാക്കാൻ ശരിയാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ ഐക്യത്തിന് മുജാഹിദ് പ്രസ്ഥാനം എതിരാണെന്ന ധ്വനി അതിലടങ്ങിയിട്ടുണ്ട്. എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ എന്നും ഐക്യത്തിന്റെ ആളുകളാണ്. പക്ഷേ ഐക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഈ ആശയങ്ങളെ ഒഴിവാക്കി എല്ലാവരും സന്ദർഭമായി സുന്നികൾ പറയുന്നത് പോലെ 921 അപ്പുറത്തേക്ക് ഒരു പോക്ക്. 921 അപ്പുറത്തേക്ക് പോകാൻ പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്നാ തോന്നുന്നത്? നമ്മളെ സുന്നി സുഹൃത്തുക്കൾക്ക് ഇതിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളൊരു ഭാഗ്യദേശം ഒരിക്കലും അവർ ചെയ്യാറില്ല. എന്താ 921 മുമ്പോട്ട് പോകാൻ പറഞ്ഞാൽ ഇവിടെ 4738 മദ്രസയുണ്ടത്രേ, അത് മുഴുവൻ പൊളിക്കണ്ടേ? 921 മുമ്പ് മദ്രസ ഉണ്ടായിരുന്നു, ഇസ്തിയകത്തിന്മാരുണ്ടായിരുന്നു, സത്യത്തിൽ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ റേഞ്ച് ജമീയത്തിൽ ഉണ്ടായിരുന്നു. അന്ന് 2900 വിദ്യാർത്ഥികളും അധ്യാപകന്മാരും ഉണ്ടായിരുന്നു. നിങ്ങൾക്കന്ന് എവിടത്തേക്കാണ് നിങ്ങൾ പോകാൻ ഞങ്ങളെ ക്ഷണിക്കുന്നത്? 921 അപ്പുറത്ത്. എന്താ 921 അപ്പുറത്തുള്ള 914നും 915നും 920നും മതപരമായുള്ള പ്രാധാന്യം എന്താ അവിടെ? 920 അപ്പുറം കറക്കി തുമ്മല്ലതിയുടെ എലൂടവും നിങ്ങൾ അറിഞ്ഞിട്ട്. അതുപോലെ 921 മുമ്പുള്ള ഈ നൂറ്റാണ്ട് തലമുറ ഈ സമൂഹത്തിൽ എന്തെങ്കിലും പ്രാധാന്യം അറിയിക്കുന്നതായി ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു അറുതാരൻ കോജ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാണ്ട് എവിടെയാണ്? എന്താ 920 പ്രത്യേകത? എവിടേക്ക് പോകാനായി ക്ഷണിക്കുന്നത്? ഇവരുടെ സ്കൂളുകൾ മുഴുവൻ പൊളിച്ച് ബദലിടുകയും വെറും ഐക്യം എഴുതാനുള്ള കടലാസും മൈവരടിയും മാത്രം ബാക്കി വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാൻ ഇവിടെ മുസ്ലിം സമുദായം എന്തെങ്കിലും ആഗ്രഹിച്ചു ഇല്ല. ആ കേട്ടില്ലോ? ഇവര് പറഞ്ഞു കേട്ടാൽ കെഞ്ചുല്ലാസ് എന്ന് പറഞ്ഞ സാധനം അതിലൊരു പോലീസോടെ കൂടി അച്ചടിച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. കെഞ്ചുല്ലാസിന്റെ പോലീസ വായിച്ചാൽ ഇവിടെയുള്ള എല്ലാ ആശുപത്രിയും എല്ലാ തൊഴിൽശാലകളും എല്ലാ സ്കൂളും എല്ലാ മദ്രസയും എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ആകെ കടലാസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അത് എഴുതാനുള്ള മഷി ഉണ്ടാക്കാൻ കുറച്ച് കടുക്കി മാത്രം ഉണ്ടായാൽ മതി, ഇവിടുത്തെ എല്ലാ കാര്യവും പൂർത്തിയാവും എന്നാണ് അവർ വിശ്വാസാണ്. നിങ്ങളെല്ലാം ഇത് പറയുന്ന സുന്നി സുഹൃത്തുക്കൾ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അത് വേണ്ടിയിട്ട ഞങ്ങൾ തോട്ടെ. പിന്നെ പുതിയ വാദങ്ങളിൽ നകലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കട്ടെ, നമുക്കൊന്നായിട്ട് പോകാൻ പിന്നാക്കം ഞങ്ങൾക്ക്. പക്ഷെ 920 നിൽക്കരുത്, കുറച്ചധികം നടക്കട്ടെ. ചെയ്യാറുണ്ട്. ഹിജറ 3-ാം നൂറ്റാണ്ടിലേക്ക് നടക്കാൻ തയ്യാറുണ്ടെന്ന് നടക്കി. അവിടേക്കാണ് ഞങ്ങൾ ജനങ്ങളെ മുസ്ലിം സമുദായത്തെ. എന്തുകൊണ്ട് ഹിജറ 3 നൂറ്റാണ്ടുകളുടെ ആ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നു? ഞങ്ങളുടെ കയ്യിലേക്ക് തെളിവുണ്ട്. എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അഫ്ളലുൽ ഖർനി
ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറ. സുമല്ലതിയിൽ ഏലൂലവും പിന്നെ തൊട്ടടുത്ത തലമുറ, സുമല്ലതിയിൽ ഏലൂലവും പിന്നെ തൊട്ടടുത്ത തലമുറ. നൂറ്റാണ്ടിന് അർത്ഥം പറഞ്ഞവരുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു വകയാണ് എന്നാണ് പിന്നെ എനിക്കുള്ള ചിലം പറയുന്നത്. അപ്പോ ഞങ്ങൾ ഈ ജനങ്ങൾ ക്ഷണിക്കുന്നത് 929 മുമ്പത്തല്ല, പിന്നെയോ ഹിജറ 300 മുമ്പുള്ള കാലഘട്ടത്തിലേക്ക്. അതാണ് വിളിച്ചത്. നിങ്ങൾ പോരാൻ തയ്യാറുണ്ടെങ്കിൽ പോരി, അല്ലെങ്കിൽ പടകനം പോരി. അതൊന്നും ഇവരോട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ നിങ്ങളുമായുള്ള ഈ അഭിപ്രായ ഭിന്നത ഗുരുതരമാണ്. പക്ഷെ ആ ഗുരുതരമാണെങ്കിൽ പോലും ഒരു സമൂഹമെന്നുള്ള നിലക്ക് മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ യോജിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിൽ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽപ്പെട്ടതായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും മുഴുവൻ സംഘടനകൾക്കും ഞങ്ങൾ കത്തെഴുതുകയും ഞങ്ങൾ അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തപ്പോൾ ചിലര് പിരാന്തരെ കുളിപ്പിക്കാൻ കൊണ്ടുപോയാലുള്ള ഭാവത്തിൽ വന്നവരുണ്ട്, ചിലര് നേർക്ക് നേരെ നടന്നു വന്നവരുണ്ട്. ഇവിടെ സുന്നി സുഹൃത്തുക്കൾ വന്നതേയില്ല. എന്താണ് ഒരു കാരണം പറഞ്ഞിട്ടുള്ളൂ? ഞങ്ങളെ മുശ്രിക്കുകളാക്കുന്നുണ്ട്, അത് അവർ പിൻവലിച്ചാൽ ഞങ്ങൾ വരാം. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിട്ടുണ്ടോ? ഐക്യത്തിന് അവർക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ വരാമല്ലേ. അങ്ങനത്തെ ഒരു ആവശ്യമില്ല, 2 ദിവസം കൂടി വേണമെങ്കിൽ മതിയെന്നുള്ള ഞങ്ങൾ പറയുന്നത്. അത് ശരിയല്ല. ഞങ്ങൾ ആ മുശ്രിക്കുകളിൽ അവരെ പറയുന്നില്ല കേട്ടോ. അത് വേറെ ഒരു തത്വമുണ്ട് മനസ്സിലാക്കേണ്ടത്. മുശ്രിക്ക് എന്ന പദം ഖുർആനിൽ 2 അർത്ഥത്തിൽ ഉപയോഗിച്ചു. ഒന്ന്, ബഹുദൈവ വിശ്വാസം പ്രകടിപ്പിക്കുന്നവർ എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ബഹുദൈവ വിശ്വാസം ബാധിക്കാത്ത ആളുകൾ ആ പദം ഖുർആൻ സാധാരണ ഉപയോഗിക്കാറില്ല. ഇതെല്ലാം കഫറൂബിന്റെ അഹിൽ കിതാബികൾ മുശ്രിക്കില്ല. അവർ അഹിൽ കിതാബിക്കാർ ശിർക്ക് ചെയ്യുന്നു, ക്രിസ്ത്യാനികളും ജൂതന്മാരും ശിർക്ക് ചെയ്യുന്നു എന്ന് ഖുർആൻ പറയാറുണ്ടെങ്കിലും മുശ്രിക്ക് എന്ന പദം പ്രയോഗിക്കാറില്ല. പ്രതിപക്ഷ മര്യാദാമൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. ആ രീതിയിൽ അവർ ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയാത്തത് കൊണ്ട് അവരെ മുശ്രിക്ക് എന്ന് സാങ്കേതികമായുള്ള പദം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് സുന്നികളെ മുശ്രിക്ക് എന്ന് പറയാറില്ല. പിന്നെ ശിർക്ക് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് മസാല ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കല്ലേ, കക്കുന്നവൻ കള്ളനല്ലേ? ചോദിക്കാവുന്ന ചോദ്യമാണ്. പക്ഷേ അവരാന്റെ കാവറാണ് എടുത്ത് വിചാരിച്ചിട്ട് ആരാന്റെ ചെരുപ്പിട്ട് തൊക്കിലേക്ക് പോകുമ്പോ അവരെ പെട്ടെന്ന് കള്ളന്ന് വിളിക്കാറില്ല. കരുതിക്കൂട്ടി ആളോ കൊണ്ടുപോകുന്നത് അല്ലേന്ന് പരിശോധിച്ചിട്ട് അവരെ കള്ളന്ന് വിളിക്കാറുള്ളൂ. ആരാന്റെ ചെരുപ്പാണെങ്കിൽ അവരാന്റെ തന്നെയാന്ന് വിചാരിച്ച് കൊണ്ടുപോകുമ്പോ അതാ അത് നിങ്ങൾ തന്നെട്ടോ മറ്റൊരാ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയ പറയാറുണ്ട്. അവളെ കള്ളന്ന് വിളിക്കരുത്. കള്ളന്ന് വിളിച്ചപ്പോ ഓണ്ടനാണെന്ന് അറിഞ്ഞിട്ടുമായിട്ട് ഒരു ഒറ്റ ഓട്ടം കള്ളൻ തന്നെ. അങ്ങനെയാണ് എന്ന് വിചാരിക്കാവുന്നവർ സുന്നികളുടെ കൂട്ടത്തിൽ തലപ്പത്തിരിക്കുന്ന കുറച്ച് മുസ്ലിയാക്കൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സാധുക്കളൊക്കെ ആരും ഇനറിഞ്ഞാല് കൂട്ടിയറിഞ്ഞ മാതിരി തീർത്തുവന്നെ തിന്നണവരാണ്. അവരെ പറ്റി നമുക്ക് മുശ്രിക്കുകളുടെ അഭിപ്രായമല്ല. പക്ഷെ അവർക്ക് ഇത് ചുരുക്കാൻ ഞാൻ കൈപ്പറാറുണ്ട്. അത് ജനങ്ങളോട് ഞങ്ങൾ തുറന്ന് പറയാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു മുസ്ലിമിന് എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോ ഞങ്ങൾ അവൻ സുന്നിയാണ് കൊടക്കാരി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമ്പ്രദായം ഈ കേരള ചരിത്രത്തിൽ മുസ്ലിം മുജാഹിദുകൾക്ക് ഉണ്ടായിട്ടില്ല. മുജാഹിദുകൾ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഉദാഹരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുവയ്ക്കുകയും അതിന്റെ ഫലം ആര് പങ്കിട്ടെടുക്കുന്നു എന്ന് നോക്കാതെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ഞങ്ങൾ ഐക്യവേദി എന്ന് പറഞ്ഞാൽ ആ ഐക്യവേദിയാണ്. ഈ ആദർശം നിലനിൽക്കുകയും ആദർശത്തിന് മര്യാദയുടെ അതിർത്തി ലംഘിക്കാതെ ആദർശ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കട്ടെ മറ്റുള്ള ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന സംഘടനകളുമായി പൊതുവായി യോജിക്കാവുന്ന മേഖലയിൽ യോജിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ആ ഐക്യമാണ് ആദർശ വിരുദ്ധമായ സംഘടനകൾക്കിടയിലുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ. ഈ ഐക്യത്തിന് അതിന്റെ വക്രാക്കളാണ് മുജാഹിദ് പ്രസ്ഥാനക്കാർ. വെറും ദായാലി അപരസേവനം മാത്രമല്ല ഈ ഐക്യത്തിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്. പ്രായോഗികമായി ഇത് പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ് മുസ്ലിം മുജാഹിദുകൾ. പക്ഷേ ആദർശത്തിലൊന്നും വ്യത്യാസമല്ല. ചില താൽക്കാലികമായതായ എന്തെങ്കിലും ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭിന്നിച്ചു എന്ന് പറഞ്ഞാൽ അവരോട് ഐക്യപ്പെടുന്നു പറഞ്ഞാൽ അവരെ ഒഴിവാക്കിയിട്ട് ഒന്നാകുന്നില്ല. ഈ ഐക്യത്തെ സംബന്ധിച്ചാണ്, ഈ ഐക്യമാണ് സാധാരണ മുജാഹിദുകളെ പറ്റി പറയാറുള്ളത്. പിന്നെ വാദപ്രതിവാദത്തെ പറ്റി ആ കൂട്ടത്തിലൊന്ന് പറയട്ടെ. അത് പച്ചമായ ഒരു ഏർപ്പാടാണ് എന്ന് മുജാഹിദുകൾ ഒരു കാലത്തും വിചാരിച്ചിട്ടില്ല. കാരണം വാദങ്ങൾ നടത്തുകയും ആ വാദങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നതിന് മുജാഹിദുകളുടെ കയ്യിൽ കോപ്പില്ലാത്തത് കൊണ്ടല്ല. കോപ്പില്ലെങ്കിൽ പോണ്ട എന്താണ് മുജാഹിദുകൾക്ക് ഈ വാദപ്രതിവാദത്തിന് ഈ ആശയപ്രചരണം കൊണ്ട് ദുര്യാദികളെ പോണം?
മൂല്യന്മാർക്ക് ബാല് പറയാൻ പാട്ടം, ബാല് പറഞ്ഞിട്ട് ബാലപ്രതിവാദം നടത്താൻ പാട്ടം, ആ ബാലപ്രതിവാദത്തിൽ ജയിച്ചു എന്ന് പറയാൻ പോകാൻ പാട്ടം. സുഖല്ലേ? ഞങ്ങൾ തോറ്റാലും വില്ലിയാതെ നിനക്ക് ഞങ്ങൾക്ക് സുഖമല്ലേ? പക്ഷെ ഈ ആദ്യം ചെയ്യാൻ നിങ്ങളോട് നോക്കുന്നു. പക്ഷേ അതൊരു വാദപ്രതിവാദത്തിലൂടെ ആയിരിക്കണം ഈ ആദർശങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് അഭിപ്രായമല്ല. കാലാകാലങ്ങളിൽ മുജാഹിദ് പ്രവർത്തകന്മാരെ സർക്കുലർ മുഖേന അത് അറിയിക്കാറുണ്ട്. സർക്കുലർ എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ സദസ്സിൽ വെച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ടതല്ല. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, ഇപ്പോഴും മുജാഹിദ് പ്രവർത്തകന്മാർക്കറിയാം വാദപ്രതിവാദം നമ്മുടെ പ്രബോധന മാർഗമല്ല. വളരെ കുടുങ്ങി എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ മാത്രമേ വാദപ്രതിവാദവുമായി ബന്ധപ്പെടാവൂ. അത് മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ ഐക്യത്തിന് വിരുദ്ധമാണെന്ന് തോന്നാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നത് കൊണ്ടാണത്. മുസ്ലിങ്ങൾ തമ്മിലാണല്ലോ ഈ വിവാദം പരസ്യമായി നടക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. അല്ല വാദപ്രതിവാദം ഉണ്ടായില്ലെങ്കിലൊക്കെയാണ് ചിലപ്പോ ഇങ്ങനെ പറയുന്നത് കേൾക്കൽ. ഈ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ വാദപ്രതിവാദം കഴിഞ്ഞാൽ പിന്നെ അലങ്കാര വസ്ത്രങ്ങളൊന്നും വെച്ച് നടക്കലില്ല. ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരാണല്ലോ. ആ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പറയും വാദപ്രതിവാദത്തെ പറ്റിയിട്ട് അത് രണ്ട് കൂട്ടു അവർക്കതൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഈ വാദപ്രതിവാദത്തിന് പോകുന്ന ഞങ്ങൾക്കൊക്കെ അത് ഭൗതികമായൊരു കാര്യമാണ് എന്ന് ദുനിയയിലല്ല മറ്റൊരു കാര്യം ഉണ്ടാവും അറിയുന്നവരാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പറ്റി ഈ വാദപ്രതിവാദം സംഘടിപ്പിച്ചിട്ടുള്ള പല ആൾക്കാരുകൾ എന്റെ ജീവിതത്തിൽ വസോട്ടന്റെ വാദപ്രതിവാദത്തിന് സംഘടനത്തിന് പോയിട്ട് എത്ര പാത്രമാണ് എനിക്ക് ആ വകയിൽ തന്നിട്ടുള്ളത് എന്ന് എന്റെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അറിയാം. ഞങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയില്ല, സത്യപടയിൽ നിന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിന് മെനക്കെടാറുണ്ട്. അത് ഒരു ബഹളത്തിൽ കലാശിക്കണം ആഗ്രഹിക്കാവില്ല. മാനമായ നിലയ്ക്ക് പണ്ഡിതോചിതമായി പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ കേട്ടു നിൽക്കുന്നവർക്ക് പാഠമാണ്. പക്ഷേ അത് പണ്ഡിതോചിതമല്ലാതെയാക്കി മാറ്റുന്നത് ആരാണ് എന്ന് മിക്കവാറും തടസ്സിൽ കൂടിയവർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഞങ്ങൾ ഐക്യത്തിന് വിരുദ്ധമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ആദ്യം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത് ഏത് പേരിലാണ് നിങ്ങൾക്ക് കേട്ടോ? കേരള മുസ്ലിം ഐക്യ സംഘം എന്നതിന്റെ പേര്. തുടക്കം തന്നെ മുസ്ലിംകൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഈ ഐക്യത്തിന് ആദർശപരമായ ഒരു ഗുണം കൂടി ഉണ്ടായിരിക്കട്ടെ എന്നുള്ളവർക്ക് ആളുകളെ, മുസ്ലിം സമൂഹത്തെ പൊതുവെ ഐക്യത്തിന്റെ വേദിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് ആദ്യം തുടങ്ങിയത്. അങ്ങനെയാണ് കേരള മുസ്ലിം ഐക്യ സംഘമായത്. മുസ്ലിംകളെ ഉദ്ധരിക്കുകയും നന്നാക്കി തീർക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അതിന്റെ പ്രവർത്തകന്മാർക്ക് ഒന്ന് മനസ്സിലായി, ആദർശമല്ലാതെ രണ്ട് മോലാളിമാർ തെറ്റുണ്ടെങ്കിൽ ഒരു ടി വിയിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ വിളിച്ച് ഓരോ സ്റ്റാർ കൊടുത്തിട്ട് രണ്ടാളെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ ആ സലാമ് ചെറുതായിട്ടല്ലാതെ അവർ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാകാം. അതുകൊണ്ട് ഇസ്ലാമിന്റെ സാക്ഷാൽ രൂപം അവരെ മനസ്സിലാക്കി കൊടുത്തിട്ട് ആദർശത്തിന്റെ പേരിൽ ഐക്യപ്പെടുത്തുകയാണ്. കൂടുതൽ ഈടുത്ത ഐക്യം എന്ന് കണ്ടതുകൊണ്ടാണ് ആദർശ പ്രചാരണം കൂടി തുടങ്ങിയത്. ഐക്യ പ്രസ്ഥാനം കേരളത്തിന്റെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിക്കുകയും വടക്കൻ പ്രദേശത്തേക്ക് നീങ്ങുകയും എല്ലാ പ്രദേശത്തും അതിന് സന്ദേശം എത്തിക്കുകയും ചെയ്തതിനു ശേഷമാണ് പിന്നീട് അത് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ള രൂപം കൊണ്ടുള്ളത്. അപ്പൊ ഐക്യത്തിന് എന്നും ഞങ്ങൾ അനുകൂലികളാണ്, ഐക്യത്തിന്റെ ആൾക്കാരാണ്, ഐക്യത്തിന് വേണ്ടി ആരംഭിച്ചതാണ്. ഇതുപോലെ ഇപ്പോൾ മുജാഹിദുകൾ വളരെ കാര്യമായി മുജാഹിദുകളും മറ്റുള്ള ഇവിടെ കേരളത്തിലാകെ 3 തരം ആൾക്കാരാണ്. ഒന്ന് സുന്നികൾ എന്ന് ഞാൻ പറയുന്നത് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ്, അല്ലാതെ സുന്നത്തെടുക്കുന്നവർ എന്നുള്ള അർത്ഥത്തിനല്ല. മുജാഹിദ് ഒന്ന് ഞാൻ അങ്ങനെ മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആരെയും ഞാൻ അനാവശ്യമായി പരാമർശിക്കാനും വിചാരിക്കുന്നില്ല. ജമാഅത്ത് ഇവർ 2 ഗ്രൂപ്പിലുടെയും മുജാഹിദുകളോടുള്ള സമീപനത്തിൽ ഇപ്പോൾ ഏകദേശം അള്ളാഹുവിന് മാത്രം എന്ന് ജമാഅത്ത് ഒരു അഭിപ്രായ വ്യത്യാസമല്ല. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, വിവാദത്തിന് ഈ 2 അർത്ഥമുണ്ടോ ഇല്ലോന്നല്ലേ തർക്കം. വിവാദത്തിന് നമ്മൾ അർത്ഥം പറയാണ്ടിരിക്കുക, എന്നാൽ പിന്നെ നമുക്ക് യോജിക്കണമെങ്കിൽ വിരോധമല്ലല്ലോ എന്നാണ്. വിവാദത്തിന് നമ്മൾ അർത്ഥം പറയണ്ട. വിവാദത്ത് അള്ളാഹുവിന് മാത്രം എന്നുള്ളൊരു ജമാഅത്തുകാരും മുജാഹിദുകളും യോജിക്കുന്നുവല്ലോ. പക്ഷെ വിവാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് മുജാഹിദുകൾ പറഞ്ഞാൽ അപ്പൊ ആരാധന അള്ളാഹുവിന് മാത്രം എന്നാണ് അർത്ഥം. ഞങ്ങൾ ജമാഅത്ത്
വിഭാഗത്തുകാർ പറയുന്നത് ആരാധനയും അനുസരണവും. പക്ഷെ ഇപ്പൊ തർക്കിക്കണ്ട, നമ്മൾ മലയാളം പറയണ്ട. വിഭാഗത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞാൽ തർക്കമല്ലോ. സുന്നിയെന്ന് പറയുന്നതാണ് വാദം. വിഭാഗത്ത് അള്ളാഹുവിന് മാത്രം എന്നുള്ളതിൽ തർക്കണ്ട. പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലുണ്ടല്ലോ, അത് വിഭാഗത്താണോ അല്ലോ എന്നാണ് തർക്കം. അത് ഒഴിവായി കളയാം. അപ്പൊ നമ്മൾ ഒരു വ്യത്യാസമല്ല. എന്താ തർക്കം? മുസ്ലിയാമാര് പറഞ്ഞത്, മുസ്ലിയാമാര് കൊട്ടപ്പുറത്ത് പറഞ്ഞത് ഒതുക്കുന്നു ഇരയിൽ വസീല, നിങ്ങൾ വസീല തേടുക എന്ന് പറഞ്ഞാൽ അമൽ സാലിഹാത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ട് തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞു. ഹാദിഹി അഖ്വാലു ഹൗലായിരം അയിമ്മ, കുറേ ആളുകൾ പറഞ്ഞതൊക്കെ അമൽ സാലിഹാത്ത് കൊണ്ട് അടുക്കലാണ് എന്ന് പറഞ്ഞിട്ട് മഹാപണ്ഡിതന്മാരായ ആളുകളുടെ അഭിപ്രായമാണിത്. ലാ ഖിലാഫ ഫീ ദാലിക ബൈനൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഇതിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന്. അപ്പോ മറുപുറത്തുണ്ട് മൗലവികൾ പറഞ്ഞത് ഉപയോഗിച്ച് അള്ളാഹുവിലേക്ക് അമൽ സാലിഹാത്ത് ചെയ്ത് അടുക്കുക എന്ന് പറഞ്ഞില്ലേ ഈ ഭാഗത്ത്, അത് ഞങ്ങൾ സമ്മതിച്ച് പ്രൊസീഡാന്ന് പറഞ്ഞാൽ ഞങ്ങളിതാ ചില എക്സാമുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അത് നിങ്ങളോട് സമ്മതിച്ചാൽ നമ്മളിലുള്ള തർക്കം തീർന്നല്ലോ. 5 5 10 ആണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല എന്നൊരാൾ പറയുമ്പോൾ മറ്റാള് അത് അഭിപ്രായത്തിലുള്ള 5 5 10 തന്നെ 9 അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ 10 എന്നുള്ളത് ഞങ്ങൾ സ്വീകരിച്ച് 9 നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ അപ്പൊ 5 5 9 10 തർക്കം തീർന്നല്ലോ. എങ്ങനെയുണ്ട്? മുഫസ്സിറുകൾക്കിടയിൽ ഒരേ അഭിപ്രായത്യാസം എല്ലാവരുണ്ട്. ആ പറയാ അത് ഞങ്ങൾ സ്വീകരിച്ച്, ഇനി ഞങ്ങൾ പറയുന്നത് നിങ്ങളുമാണ് സ്വീകരിച്ചാൽ, കാരണം അതല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു അഭിപ്രായത്യാസം എല്ലാം പറഞ്ഞാൽ പിന്നെന്താ അർത്ഥം? ബാലപ്രതിവാദത്തിന് സുന്നികൾ ജയിച്ച് മുജാഹിദീങ്ങൾക്ക് ആകെ ബന്ധൻ കലാവിയാന്നാണ്. എന്തൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായല്ലോ. പൂരൂരിൽ നിന്ന് ബാലപ്രതിവാദം കഴിച്ചിട്ട് നേരം വെറുത്തോളം പറഞ്ഞിട്ട് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ അതിനവർക്ക് വലിയ സങ്കോചം. അവർക്ക് കേസുകൾ എനിക്ക് ഈ വളവന്നൂർ അടുത്തുണ്ടായ സംഭവം വരാം. മമ്പറം നേർച്ചയാടാൻ പോയി ഒരു അബ്ദുറഹ്മാൻ കുട്ടി എഴുതിയതാണ്. അപ്പൊ മൂപ്പര് മലയാളമൊക്കെ വന്നിട്ട് പിന്നെ മമ്പറത്തെ നേർച്ചയ്ക്ക് പൊറ്റി പോകുന്നുണ്ട്. ആനയൊക്കെ ഉണ്ട്. ആ പോയി മരുന്നൂരിയൊക്കെ അവിടെ ചെന്നിങ്ങനെ എന്ന് ആനയൊക്കെ കൂടി എന്ന് അന്ന് ഈ ഇടിയും മിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ തരം മരുന്ന് പ്രയോഗം വന്ന കാലാണ്. അത് മുമ്പ് ആനകൾക്ക് പരിചയമല്ല. ഇടിയും മിന്നും പൊട്ടിച്ചപ്പോ ആന വരണ്ടോടിയപ്പോ പലയിടത്തും വീട് പലർക്കും മുറിയേറ്റി വരുന്നതായി. ഇയാളെന്ത് കാട്ടി ഓടിച്ചെന്നിട്ട് ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തെങ്ങുമ്പോൾ ഒരു കയറ്റി പിടിച്ചാളാന്ന് വരുന്നത്. ഇനി ആനല്ല ആനന്റെ വാപ്പ വന്നാലും ഇന്നൊന്നും കാട്ടാൻ കഴിയൂല എന്ന് കാലത്ത് മൂപ്പർ അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് ശാന്തമായി രംഗം ശാന്തമായി ആന വരണ്ടോറിലൊക്കെ കഴിഞ്ഞ് അതിനെ തളച്ച് വീണ്ടും സാധാരണഗതി വന്നപ്പോ ഉറപ്പായിരുന്നു കുഴപ്പമില്ലാന്ന്. മൂപ്പര് ഇറങ്ങി നോക്കുമ്പോ അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. ആ കാര്യമായിട്ട് ഇറങ്ങിയപ്പോ കാലിന്റെ മുട്ട് നിലത്ത് അതിന്റെ മൂപ്പര് ഒരു ഒട്ടും കയറിയിട്ടില്ലാണ്ട് ഈ ഓടിച്ചെന്ന കൂട്ടത്തിൽ അങ്ങോട്ട് കയറിയെന്ന് വിചാരിച്ചതാണ്. ഇതെല്ലാം കഴിഞ്ഞു നോക്കുമ്പോ മൂപ്പർ നിലത്തെ ബന്ധത്തിൽ ഇങ്ങനെ മുട്ടിപ്പിടിക്കണം. ഇതല്ല മൂപ്പർ ഇങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോഴല്ലേ കയറിയിട്ടില്ല എന്നുള്ള കഥ. ചെറുക്കുന്ന രക്ഷപ്പെടാൻ വേണ്ടി മോര്യന്മാരൊക്കെ കൂടി തെങ്ങുമ്പോ കയറി കൈക്കിലായി എന്നാണ് മൂപ്പരുടെ വിചാരം. ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കുമ്പോഴല്ലേ എവിടെയാ നൂഹ് നബിന്റെ കാലത്തെ മുസ്ലിങ്ങളെ എത്താപ്പുള്ളത്. ഒന്നിനെ വിളിക്കാം, സ്വാവിനെ വിളിക്കാം, യഹൂസിനെ വിളിക്കാം, യഹൂസിനെ വിളിക്കാം, നാസയെ വിളിക്കാം, കന്യാമറിയത്തെ വിളിക്കാം, എല്ലാവിധ ശൈതാനിനെയും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാണോ പൂർവിക സമുദായക്കാർ ശിർക്കിൽ വന്നു പോവുകയും മുസ്ലിക്കാവുകയും ചെയ്തത് എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത്, ആ ആളുകളെ മുഴുവനും വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ശിർക്കിന്ന് കഴിക്കാറ്. ഒരു ഒത്തു കയറികളൊക്കെയാണ് നോക്കിയാൽ നിങ്ങൾ ജയം ലാസനെ വിളിക്കാം, കന്യകാമറിയമേ എന്ന് വിളിച്ചാൽ അതിനെപ്പറ്റി അറിയില്ലാതാണ്. മറിയം കന്യകയാണോ അല്ലേ എന്ന് മോദിയാർക്ക് വരെ കിതാബിൽ കണ്ടില്ല. പിന്നെ വലിയത്തുള്ളായി മറിയം എന്ന് വിളിക്കാനാണ്. കന്യാമറിയമേ എന്ന് വിളിച്ചാൽ അതിന് സബ്ജക്ട് കന്യകയാണോ ഇല്ലോ എന്ന്. നമ്മളൊക്കെ പഠിച്ച മറിയം ബീവി കന്യകയാണ്, കാരണം അപ്പുറത്ത് വെച്ചിട്ടില്ല. ക്രിസ്ത്യാനികളുടെ വിശ്വാസം കന്യാമറിയത്തെ വിളിക്കാം. പിന്നെ ഈസാ നബിനെ പറയാൻ കഴിയില്ലല്ലോ. വലിയത്തുള്ളായി മറിയോ, മറിയത്തുള്ളായി വലിയോ, ഇതിലാക്കെ
അങ്ങനെ വിളിക്കാന്ന് പറയുമ്പോൾ പിന്നെ ഈസാരവിനെ ഏതായാലും വിളിക്കാം, ഒദ്ദിനെ വിളിക്കാം, സ്വാവിനെ വിളിക്കാം, യഹൂസിനെ വിളിക്കാം, യഹൂസിനെ വിളിക്കാം, നസ്രിനെ വിളിക്കാം, ലാത്തയെ വിളിക്കാം. അവിടെ അറിയുന്ന അങ്ങോട്ട് വിചാരിച്ചിട്ട് ആരെയും വിളിക്കാന്ന് പറയുന്നവർക്കാണ് എത്തി. അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ കേട്ടില്ലേ ഓരോരോ തരം രീതിമാരും വനമ്പത്തെ രീതി, കൊലമ്പത്തെ രീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാക്കിയത് ആരാണിത്? ഊരും പേരറിയില്ല, സൂറത്തിൽ കുറവില്ല എന്നാ തുടക്കം പാട്ടെ. ഊരും പേരും അറിയില്ല, സൂറത്ത് പിന്നെ എവിടെ ഉണ്ടായി? നാടുണ്ടാക്കിയല്ലേ തെക്കിറക്ക്. ഒരു വസ്തു പ്രസിദ്ധമാകുന്നത് എങ്ങനെ? അതെവിടെയാണ്, എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ? ആ ഊരും പേരറിയില്ല, സൂറത്ത് പറയും പറഞ്ഞാൽ ഇതല്ലേ വിശ്വാസം? ഔലിയാണെന്ന് വിചാരിച്ച ഏത് ചെകുത്താളിയത്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയത്. ഞാനതാ പറഞ്ഞേ, പണ്ട് അബ്ദുറഹ്മാൻ കുട്ടിയെ കയറി തെങ്ങുമ്പ കയറിയ മാതിരിയാണ്. നിലത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നത്, എവിടെ കൂടുതൽ പോയില്ല അവിടെ തന്നെ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അലങ്കാരം, അർത്ഥന എന്ന് പറഞ്ഞാൽ കേൾക്കുന്നല്ല ആവശ്യം. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അലങ്കാരത്തോടു കൂടിയെന്ന് ആവശ്യപ്പെടൽ. അപ്പൊ എനിക്കപ്പൊ തോന്നി, ഞാൻ ഈ സമയം തോന്നാറുണ്ടെങ്കിലും സമയം കളയുന്നൊക്കെ ഇല്ല. അപ്പൊ ഈ മുത്തുംകുടിയും ഞാറും നേർച്ചയൊക്കെ ഉണ്ടല്ലോ, അത് അലങ്കാരത്തോടു കൂടിയുള്ള അർത്ഥനയാണ്. അവിടെ പോയി ചണ്ടും വാദ്യവും മേളവും ആനയൊക്കെ കൂടി അങ്ങനെ അർത്ഥന എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് തങ്ങളെ ചെയ്യണേന്ന് പറഞ്ഞാൽ അലങ്കാരത്തോടു കൂടിയ വാർത്തന. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് സമയം. കാരണം 2 മിനിറ്റ് 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അഭ്യാസ പ്രകടനമാണെങ്കിൽ അത് ശരിയാണെന്ന് അഭിപ്രായമില്ല. അതെ, ഞാൻ പറഞ്ഞു അങ്ങനെ ഭാഷ ഇങ്ങനെ മുറിച്ചാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അറിയാം. ദ്വാ എന്ന് പറഞ്ഞാൽ മൗര്യന്മാരെ പിടുത്തണ്ടായിട്ടോ 3 അർത്ഥമുണ്ട്. പ്രാർത്ഥന എന്നൊരർത്ഥം, ക്ഷണിക്കുക എന്നൊരർത്ഥം, വിളിക്കുക എന്നൊരർത്ഥം. ഈ വിളിക്കുക ക്ഷണിക്കുക എന്നുണ്ടെങ്കിൽ ആരും വിളിക്കുക ആരും ക്ഷണിക്കുക എന്നുള്ളത് തർക്കം. പക്ഷേ പ്രാർത്ഥന എന്നുള്ള വശം വരുമ്പോഴാണ് തർക്കം എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള കാതലായ വശം. അപ്പൊ ഞാൻ പറയാം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ തേടല് ഒരു ആവശ്യപ്പെട്ട് മാത്രമേ ഉള്ളൂ, അലങ്കാരാണ്. അത് ഞാൻ മോദിയോട് ചോദിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ല, അങ്ങനെ ഭാഷ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെല്ലാം ഹരാവിടുള്ളത്? മല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പർവ്വതം. ദ്വാരം എന്ന് പറഞ്ഞാലോ ഒരു ഓട്ട, മലദ്വാരം എന്ന് പറഞ്ഞാലോ എന്താ അർത്ഥം? അതൊക്കെ ഇരിക്കും. ശരി പോട്ടെ, മലം എന്താ അർത്ഥം? കാഷ്ടമാർത്ഥം. പാത എന്ന് പറഞ്ഞാലോ വഴി. അപ്പൊ മരം പാത എന്ന് പറഞ്ഞാലോ കാഷ്ടമുള്ള വഴിയില്ല. ഭാഷയിലുള്ള പ്രയോഗങ്ങളും കാര്യങ്ങളും അത് ഭാഷ പ്രയോഗിക്കുമ്പോൾ ആ ഭാഷക്കാരൊരു അർത്ഥത്തിലാണ് ഉപയോഗിക്കാം. അത് മനസ്സിലാക്കാനല്ലാതെ അത് വെട്ടി മുറിച്ചാൽ എന്താ ഇപ്പൊ മലയാള ഭാഷയല്ല, ഖുർആനോട് കളിക്കുന്ന ആൾക്കാർക്ക്. അങ്ങനെ അലങ്കാരം നോക്കുകയാണെങ്കിൽ വളരെ രസമാണ്. പ്രസംഗം എന്നുള്ളൊരു പ്രായം ഒഴിവാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ അസത്യമാണ്. കയ്യത്തിലോട്ട് നിന്നാ കല്ലിട്ടു പറഞ്ഞാൽ. ഒരു മതപരമായ കാര്യം ചർച്ച ചെയ്യുമ്പോ ഈ രീതിയിലാണ് സമീപനം. അതല്ല, ഒരു കാര്യം പറഞ്ഞ പ്രാർത്ഥന എന്ന് ദുആന് അർത്ഥമുണ്ടോ? സുന്നി മുസ്ലിയാക്കളുടെ പുസ്തകം തന്നെ ഞങ്ങൾ വായിച്ചു. പ്രാർത്ഥന എന്നത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് തർക്കമല്ലോ എന്ന അർത്ഥത്തിനുള്ളത്. അപ്പൊ പറഞ്ഞാൽ KV മുഹമ്മദ് മുസ്ലിയാരോ പിന്നെ ടീക്കാർത്തുള്ള പോലെ ആരെ എഴുതിയതാണ്. അപ്പൊ അത് ഇതിന്റെ വന്ന് കുടുങ്ങി എല്ലാം കൂടി ഹരാക്കാവുമ്പോ ഒരു പ്രയോഗം ഉണ്ടായിട്ടുണ്ടോ? കൂക്കിക്കോളാൻ വേണ്ടി മുമ്പ് ഇങ്ങനെ അടുത്ത ആളുകൾ നിൽക്കുമ്പോ പൂക്കണ്ടിൽ എന്ന് മൂല്യമായി പറഞ്ഞു. പൂക്കണ്ടിൽ ആ രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. ആ നിലക്ക് കുറച്ചും കൂടി അകലെയായത് കൊണ്ട് പൂക്കല്ലിൽ നിന്ന് എങ്ങനെയല്ല കാട്ടിയത് മറ്റു ചില നിലക്ക് കാട്ടിയിട്ട് ഉത്തരം മുട്ടുകയാണ് എന്ന് കണ്ടാൽ പറഞ്ഞ് സൈക്കിളൊന്നും കൊടുത്തു. എന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്താ പണി? അയാൾ കണ്ടില്ല കരു മുള പറയുമ്പോ എന്ന് പറയുന്നത് നിങ്ങൾക്കോട് കിട്ടൂടെ? ഞാൻ പറയാറ്, ഇത് കേൾക്കുന്ന സുന്നികളും മുജാഹിദുകളും അതിന്റെ രണ്ടിന്റെയും ആവേശമില്ലാത്ത ഒരു ജനവിഭാഗം കേൾക്കുന്നുണ്ട്. മതപണ്ഡിതന്മാർ 2 ഭാഗത്തു നിന്ന് 2 പേർക്കും സത്യത്തെ സംബന്ധിച്ച് താല്പര്യമില്ല എന്ന് നിഷ്പക്ഷമായവർത്തിന് തോന്നിയാൽ മതത്തിന് നാം ചെയ്യുന്നത് സേവനമായിരിക്കില്ല. താൽക്കാലികമായി ഈ ആളുകളുടെ മുമ്പിൽ ചിരിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അഭിനയിക്കുന്ന കാര്യത്തിൽ നാം ക്ഷീണിതരാണ് എന്ന് വന്നാൽ തന്നെ പുറത്തുനിന്ന് കേൾക്കുന്ന നിഷ്പക്ഷകനായ ഒരാൾ പറയും, അയാൾ മര്യാദക്കാണ് സംസാരിക്കുന്നത്. ഇയാൾ
ഒരു തരം പ്രകടനം. എത്ര ആൾക്കാരെ വിചാരിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് നമ്മളുടേതായ ഒരു ആത്മാർത്ഥതയാണല്ലോ. അതുകൊണ്ട് എന്നിട്ടോ എന്ത് പറഞ്ഞാലും അവസാനം പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചത്, ഒറ്റ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇടയ്ക്കിടക്ക് കുറ്റിന് തേങ്ങന്നമാരി ഒറ്റ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഓർമ്മശക്തിയോ ഡോക്ടറെ കൊണ്ടൊന്ന് പരിശോധിക്കുന്നത് നന്ന് ഇങ്ങനെ പെട്ടെന്ന് മറന്നുപോലെ. പഴയ കാലത്ത് ഞങ്ങൾക്ക് നടന്നിരുന്നില്ല ഈ വാദപ്രതിവാദത്തിന്. ഞാൻ വാദപ്രതിവാദത്തിന് ഇങ്ങനെ പങ്കെടുക്കാറില്ല. ഞങ്ങൾ വാദപ്രതിവാദത്തിന്റെ പ്രണേതാക്കളല്ല. ഏത് നടക്കുന്നുണ്ടോ, പഴയ കാലത്ത് മലക്കുകൾ മാത്രമേ എഴുതിയക്കലുള്ളൂ. ഞങ്ങൾ വാദപ്രതിവാദം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേനും ഞങ്ങൾ തോറ്റ് എന്ന് കേട്ടിട്ട് ആൾക്കാരൊക്കെ ഞങ്ങളെ നേരത്തെ വന്ന് ഞങ്ങളവിടെ ബസ് കയറിയിട്ട് മുമ്പ് തോറ്റ് ഞങ്ങളവിടെ തന്നെ പറഞ്ഞിട്ട് എന്നിട്ട് വന്നിട്ട് നമ്മളെ ആൾക്കാർ നല്ല മൊഴി എന്ത് വാദപ്രതിവാദം ഉണ്ടാക്കി നമ്മൾ തോൽക്കൂ എങ്ങനെ എന്ന് ചോദിച്ചോളൂ. ഇപ്പൊ ഇത് പ്രശ്നമല്ല. ഇപ്പൊ ടേപ്പ് റെക്കോർഡുണ്ടല്ലോ, അത് വെച്ചാൽ മതി. ആരാണ് ഉത്തരം പറഞ്ഞത്, ആരാണ് ഉത്തരം പറയാത്തത്, ഒരു മിനിറ്റിൽ പറയാം 5 ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. പിറ്റത്തെ 3ാമത്തെ മിനിറ്റിൽ പറയാം 10 ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. ഇത് അവസാനിക്കാൻ പോകുകയാണെന്ന് കാണുമ്പോൾ പറയാം 15 ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. 3 മിനിറ്റിൽ 5 ഏറ്റം. ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതൊക്കെ ഉത്തരാണ്. ഷിർക്കിന്റെ താരീഫ് പറഞ്ഞിട്ടില്ല എന്നാണ് കാര്യമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഷിർക്കിന്റെ താരീഫ് ഞാൻ പറഞ്ഞത് എന്റെ വകയായിട്ടല്ല, ഖുർആനിലെ പദങ്ങളെ ആധികാരികമായി വ്യാഖ്യാനിക്കാറുള്ള ഇമാം റാഗിബിന്റെ അൽ മുഫ്രദാത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് മറുപടി പറഞ്ഞത്. മൂപ്പര് പറഞ്ഞത് ഷിർക്ക് എന്നതിന് അർത്ഥം പറഞ്ഞേർത്ത് ശരീക്ക് എന്ന പദം വന്നുപോയിരിക്കുന്നു, അതുകൊണ്ട് ശരിയായില്ല ആളാണ്. അപ്പോ ശരിയായിട്ടില്ലെങ്കിൽ കേട്ടോളൂ, അതിന്റെ മലയാളം പിടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ നാട്ടിലോ അമായിലോ പങ്കുചേർക്കുക. അത് അവരെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തന്നെ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അതല്ല അത് എന്ത് പറഞ്ഞാലും അവസാനം ഉത്തരം പറഞ്ഞിട്ടില്ല, ഉത്തരം പറഞ്ഞില്ല. ഇനി ഞങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പറയാം ഉത്തരം പറഞ്ഞില്ലാതെ. ഈ ജനങ്ങളോട് ഇതിലൊക്കെ കൂടി വാദപ്രതിവാദം നടത്താൻ വേണ്ടി വന്ന ഈ മനുഷ്യന്മാർ ആലോചിച്ച് ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ പുണ്യുണ്ടോ എന്ന് ചോദിച്ചിട്ട് അനങ്ങണല്ലോ, നാവിറങ്ങിപ്പോയി. അതേ നമ്മൾ അങ്ങനെ നമുക്ക് വേറെ വാദപ്രതിവാദം നടത്താൻ അറിയത് അനുവദനീയ ഇത്ര വലിയൊരു കാര്യം ചെയ്താൽ കൂലിക്കോന്നുള്ളതിന് വേറെ വാദപ്രതിവാദം ഒരു പ്രതിഫലമുണ്ട് എന്ന് പറയുവാൻ പോലും എങ്ങനത്തെ ആൾക്കാരെ വെച്ചതോ അവർ ഓടിയിട്ടുള്ള മുഴുവൻ ആയത്തുകളും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണെന്ന് അവരുടെ തന്നെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് നമ്മൾ തെളിയിച്ചു. ഖുർആനെ ഇത്രയും പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾക്ക് പോലും അതിനൊരു പുണ്യമുണ്ട് എന്ന് പ്രാഥമികമായി തന്നെയെങ്കിലും പറയാൻ ധൈര്യം ഉണ്ടാക്കി. അതുകൊണ്ട് വാദപ്രതിവാദത്തെപ്പറ്റി അല്ല ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ മുജാഹിദീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ് വിവാദത്ത് എന്ന് പറഞ്ഞാല് ആരാധന എന്ന് പറഞ്ഞാല് അതാണ് രസം. ദുആ ഇബാദത്താണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇയാൾ പറയാ. ദുആ ഇബാദത്താണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ശരി. എന്നാൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഹമീദ് മാതിരി ചോദിച്ചു, നിങ്ങൾ കായ് വാങ്ങിയിട്ടും വാങ്ങാതെയും ദ്വാരക്കാൻ പോയത് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ദ്വാ ഇവിടെ എത്തുമ്പോൾ ഒരു മനസ്സിലാകാതിരിക്കരുത്. ദ്വാരക്കാൻ വിളിക്കലാണല്ലോ പ്രധാനമായിട്ടുള്ള വരുമാന മാർഗം. പണം വാങ്ങിയും വാങ്ങാതെയും നിങ്ങൾ നിത്യമായി നിങ്ങളുടെ തൊഴിലല്ലേ ദ്വാരക്കാൻ പോക്ക്. ഇപ്പൊ ദ്വാര കരുതൂടെ? എന്താണ് ഈ വാദപ്രതിവാദത്തിന്റെ രസമാണ്? പിന്നെ ഞാൻ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ആരാധ്യനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചാലേ ഇബാദത്താകൂ എന്നാണ് മുസ്ലിയാരുടെ വാദം. അപ്പൊ ഞാൻ തുറമുഖയിൽ നിന്നുള്ളൊരു ഹദീസ് വായിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ മുശ്രിക്കുകൾക്ക് 1000 കൊടുത്താൽ ഒരു മരം ഉണ്ടായിരുന്നതുപോലെ ഞങ്ങൾക്ക് ഒരു മരം നിശ്ചയിച്ചു തരണം നബിയോട് പറഞ്ഞ ഹദീസ് തലക്കെന്ന് ഇങ്ങനെ വായിക്കാറ്. മുശ്രിക്കുകൾക്ക് യുദ്ധാവസരങ്ങളിൽ അവരുടെ 1000 തൂക്കിയിടാൻ ഒരു വൃക്ഷമുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ 3 മിനിറ്റിന്റെ ബെല്ലടിച്ചു തുടങ്ങിയാലും പോലെയായി. മുശ്രിക്കുകൾ മരത്തുമ്മ കയറിയതിന്റെ ഞങ്ങൾക്ക് മുശ്രിക്കുകൾ ഇന്നെന്തിനായി മുശ്രിക്കുകളെ മരത്തുമ്മ കയറാൻ പോലും? മുശ്രിക്കുകൾ മരത്തുമ്മ കയറി. ഞാൻ പറഞ്ഞു, കൂട്ടരെ ഞാൻ ഈ ഹദീസ് വായിച്ച് തീർന്നിട്ട് പോരെ ഈ അപകടത്തിൽ ചാടലും. ഹദീസിന്റെ പകുതി എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തിനാത് ഈ അപകടത്തിൽ ചാടല്? ഹദീസിൽ അതിന്റെ ഭാഗം മുസ്ലിംകള് അല്ലാഹുവിനെ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, മരം ഇലാഹല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അതിൽ മരം
വാള് കൊളുത്തിയിടാനുള്ള അനുവാദം തരണമെന്ന് പറഞ്ഞപ്പോൾ അത് മൂസാ നബിന്റെ ജനത മൂസാ നബിനോട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ഇവർക്ക് ആരാധ്യ വസ്തുള്ളത് പോലെ വേറെ ഒരു ഇലാഹിലാക്കി തരണമെന്ന് പറഞ്ഞ പോലെ ചുരുക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് ഞങ്ങൾ ശരി പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇതിന്റെ പൂക്ക് പൂക്കെന്ന് പറഞ്ഞാൽ പലതരം ചപ്പടാച്ചുകളും പല ഹരങ്ങളുണ്ട്. എന്നല്ലോ സഹാബികൾക്ക് അത് മൂല്യം ചോദ്യം അന്നാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ മുശ്രിക്കായി എന്ന് പറഞ്ഞില്ലല്ലോ, അവർക്ക് നബി ദീൻ പഠിപ്പിക്കല്ലേ. ഒരേ യുദ്ധത്തിൽ മക്കം പത്തിൽ കഴിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് ഒന്നായിട്ട് കടന്നു വന്നവരാണ് ഹദീസിൽ തന്നെ ഉണ്ടത്. അവർക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പൊ മൂല്യാരെ ഭാഗം വിവരം കെട്ട സഹാബികൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാപ്പ് ചോദിക്കണം, പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ തോന്നുന്നതായിട്ടോ സഹാബികളും മൂപ്പരും ഒരു കുടിയിലാണ്. ഞങ്ങൾ ഇങ്ങേപ്പുറത്ത് വേറെ ഏതോ ഒരു പെരേരാ താമസിക്കുന്ന സഹാബികളെ മൂപ്പര പറയാം. വിവരമില്ലാത്ത ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നബി എന്ന് പറഞ്ഞ മൂപ്പര് വിവരം കെട്ടവർന്നാണ്. എന്നിട്ടിപ്പോ ജയിച്ചിട്ട് സ്വീകരണം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോ തൊലിക്കട്ടിക്ക് ഇക്കൊല്ലത്തെ അവാർഡ് കിട്ടുകയാണെങ്കിൽ ആ ജാതി ആൾക്കാർക്ക് കാത്തിട്ടുണ്ട്, യാതൊരു സംശയമല്ല. നോബൽ സമ്മാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഈ ജാതി ഇപ്പൊ ഇതിന് സ്വീകരണം വാങ്ങാൻ നടക്കുന്ന ആൾക്കാർക്കാരായി കിട്ടേണ്ടത്. അല്ല നേരിട്ട് പറയാം, പറയുക എനിക്ക് വൈബറിയില്ല, ഞാൻ വഴക്കല്ല, എനിക്ക് എന്റെ കൈവശത്തിൽ യാതൊരു ഖജനാവും ഞാൻ ഉടമയാക്കുന്നില്ല. എനിക്ക് ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നേട്ടങ്ങൾ വാരിക്കൂട്ടുമായിരുന്നു. എനിക്ക് യാതൊരു ഉപദ്രവവും എന്നെ ബാധിക്കുകയും ചെയ്യില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരേത് പറയാ അത് നബിക്ക് നിശ്ചയ ഇല്ലായിട്ടല്ല, മുശ്രിക്കുകൾ ചോദിക്കുമ്പോ അങ്ങനെ പറയാറ്. മുശ്രിക്കുകൾ ചോദിക്കുമ്പോൾ അങ്ങനെ പറയാം. അപ്പൊ മോമിനികൾ ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറയുന്നുണ്ട്. അതാണ് അബ്ദുൽ ഹമീദ് പോലും ചോദിച്ചത്. അപ്പൊ മോദിയർ പറഞ്ഞതിന്റെ അർത്ഥം മുശ്രിക്കുകൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് ഒരു നിരക്കും, മുസ്ലിംകൾ ചെല്ലുമ്പോൾ വേറെ നിരക്കും. നബി രണ്ടു കൂട്ടരോടും രണ്ടു വിധം പറയുകയായിരുന്നു. മുശ്രിക്കുകളോട് ഇത് ഉണ്ടായിട്ടും ഇല്ല എന്ന് നുണ പറയുകയായിരുന്നു എന്നാണോ മുസ്ലിയാരുടെ അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു. ജനങ്ങൾക്കൊക്കെ മനസ്സിലായി അതിന് അവരെ ചോദിക്കേണ്ടി വരും. ആരും കൂട്ടിയിട്ടില്ല. പക്ഷേ പിന്നെ മുസ്ലിയായി പറഞ്ഞിട്ട് അപകടം എന്ന് പറഞ്ഞപ്പോഴാ പിന്നെ പോക്ക്. അല്ലെങ്കിൽ അബ്ദുൽ ഹമീദ് പോലെ പറഞ്ഞത് അപകടമാണെങ്കിൽ അപ്പോഴല്ലേ ആളുകളെ കൂട്ടിട്ട് അത് കഴിഞ്ഞിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ടാ. ഞങ്ങളേക്ക് ജയിച്ച കോലങ്ങൾ നോക്കണം. തവസ്സുൽ എന്താന്ന് പഠിക്കാതെയാണ് മൂപ്പർ വാദപ്രതിവാസിനത്. വിളക്ക് കത്തിച്ചാൽ രാത്രി 9 മണിന്റെ ശേഷം ബാഗ് അറിയാൻ വേണ്ടി വിളക്ക് കത്തിച്ചാൽ അവർ പറയണാണ് അള്ളാന്റെ നേർക്ക്. അള്ളാഹിനെ നമുക്ക് നേരിട്ട് വിളിക്കാൻ പറ്റുമോ? നമ്മൾ വക്കീലന്മാരാക്കലില്ലേ? നമ്മൾ രാജാവിന്റെ അടുത്ത് നമ്മൾ നേരിട്ട് കടന്നു പോകണ്ടോ? പിന്നെ വേറെ ആളാക്കലല്ലേ? കോടതിയിൽ നമ്മൾ വക്കീലിനാക്കലല്ലേ? മന്ത്രിയുടെ അടുത്ത് MLA പിടിക്കലല്ലേ എന്ന് ചോദിച്ചിട്ട് ജനങ്ങളോട് വാദം പറയാൻ വേണ്ടി നടക്കാറുള്ള ആളുകൾ ഒറ്റപ്പുറത്ത് വന്നപ്പോ ഹക്ക് ജാഹ് എന്താ മൗലവി എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ നമ്മൾ വാദപ്രതിവാദത്തിൽ നിശ്ചയിച്ചല്ലോ. അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളെ അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളെ യഥയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്ന അവർ സാധാരണ ജനങ്ങളോട് പറയാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആ വിഷയം അവതരിപ്പിച്ചിട്ട് 1.5 മണിക്കൂർ കഴിയുന്നത് വരെ അയാള് വിഷയത്തിന്റെ 4 പുറം നടക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾ വിഷയം അവതരിപ്പിച്ചതിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചില്ല. ഹക്കുജാവും പറഞ്ഞത് സമയം കഴിച്ചാൽ. അപ്പൊ ഒരു കാര്യം, ആ കാര്യത്തിൽ മൂല്യന്മാർക്ക് പ്രയാസമില്ലാന്ന് ഉറക്കെ മനസ്സിലായി. എന്ത് അള്ളാന്റെ അടുത്ത് കടുപ്പിക്കാൻ വേണ്ടി അടക്ക ഒരാളെ ഏർപ്പാട് ചെയ്തിട്ട് പോകുന്നത്. ഇവരുമായി ഈ ആശയത്തിൽ ഐക്യത്തിന്റെ പ്രശ്നമല്ല. ആശയം ഓരോരുത്തരും ചെയ്യാൻ വിശ്വസിക്കുന്ന പ്രചരിപ്പിച്ചു കൊടുക്കുക. ഈ ആശയം അങ്ങനെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കുന്നതിന് വിരോധമല്ല. ജമാഅത്തുകാരുടെ ഐക്യം എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് അർത്ഥം പറയാതൊക്കെ എന്നുള്ളതാണ്. മറ്റേ പറഞ്ഞു തന്നെയാണ്. ഇബാദത്തിന് അർത്ഥം പറയാതെ ഇബാദത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ സമുദായം നൂറ്റാണ്ടുകളോളം കടന്നുപോയതാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ അധപ്പതനത്തിന്റെ പൂർണ്ണമായ കാരണവും അവർ വഴിവഴിച്ചു പോകാനുണ്ടായ കാരണവും. ഇപ്പോഴും അതിന്റെ അർത്ഥം പറയാതെ അർത്ഥം മനസ്സിലാക്കാതെ ഐക്യം എന്ന പ്രശ്നമല്ല, അതൊരു പ്രശ്നം തന്നെ ഇപ്പോഴല്ല.
പിന്നെ രണ്ട് കൂട്ടരും ഏതാണ്ട് നുണപ്രചാരണം നടത്തി തന്നെയാണ് മുജാഹിദുകൾ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുജാഹിദുകളെ നേരിടാൻ കഴിയുകയില്ല എന്ന് കണ്ട ഉൾപ്പതിപ്പും വിഭാഗവും പിന്തിരിപ്പൻ വിഭാഗവും രണ്ട് കൂട്ടരും ഒരേ തരം ആയുധവുമായാണ് ഞങ്ങളുടെ നേർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേർക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഞാനൊരു ആരോപണം ഔപചാരികമായി തന്നെ ഉന്നയിക്കാൻ അവർക്ക് തമാശക്ക് പറഞ്ഞു പോവുകയല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ആ ജാതി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അവർ ആരെന്ത് പറഞ്ഞാലും അവർ പറഞ്ഞിരുന്നതിന് എങ്ങനെയാണ് പറയാം. ഉൾപ്പതിഷ്ടു വിഭാഗം എന്ന് പറയുന്ന ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലോ. അവരും ഞങ്ങളെപ്പറ്റി ദുഷ്പ്രചാരവേദയിലൂടെ കാര്യം നേടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് വേദനയോടുകൂടി ഞാൻ പറയട്ടെ, എന്താണ് ദുഷ്പ്രചാരവേദയ്ക്ക് ഉള്ള ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ സാധാരണ കുഞ്ഞുമോചന്മാര് അവരെന്നെ പറയുകയും അവരുടെ അനുയായികളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യാം. ഇവരങ്ങനല്ല. ഇവൻ സ്വയം സ്വകാര്യമായി പറയുകയും കൂടുതൽ അപകടകാരികളെ കൊണ്ട് അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാർ അവര് ഒരു അറബിയെ കൊണ്ട് ഇവിടെ വന്നിരുന്നതാണ്. ആ അറബിയെ കൊണ്ട് നടന്ന ചില ജമാഅത്ത് നേതാക്കളുണ്ട് പറയും. ഞാൻ പേര് പറയുന്നില്ല, വേണമെങ്കിൽ തൊട്ടു കാണിക്കാൻ എനിക്ക് സാധിക്കും. അവര് ജമാഅത്തെ ഇസ്ലാമിയുടെ അനുകൂലിയായ അറബിയെ കൊണ്ട് അതിൽ വായിച്ചു നോക്കിയാൽ അറിയാം, കേരളത്തിൽ ജനിക്കുകയും വളരുകയും ഇതിന്റെ മുഴുവൻ മൂടാമ്പാടും പഠിക്കുകയും ചെയ്ത ഒരാൾക്കല്ലാതെ അത് എഴുതാൻ പറ്റില്ല. എന്നിട്ട് എഴുതിയിട്ട് ഉദ്ദേശിച്ചോ, ഇവിടെ മുജാഹിദുകൾ എന്നൊരു വിഭാഗമുണ്ട്. ആ മുജാഹിദുകൾ എന്ന് പറഞ്ഞ വിഭാഗം തൗഹീദ് മാത്രം ഇല്ലെന്ന് മാത്രം പറയുന്നു. ദീനിന്റെ ബാക്കിയുള്ള മുഴുവൻ മുസ്ലിമുകളും അത് ഉപേക്ഷിക്കുന്നു. മുഴുവൻ മുസ്ലിം തൗഹീദ് വയ്ക്കുന്നത് ഇസ്ലാമിന്റെ മുഴുവൻ മുസ്ലിം വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയെന്ന് നോക്കണം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള എല്ലാ മുസ്ലിങ്ങളും മുജാഹിദുകളും ഉപേക്ഷിക്കുന്നു എന്നാണ് അറബി എഴുതിയിട്ടുള്ളത്. ആ അറബിക്ക് അത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞാൽ അവർ ചിത്രം ആളുകളാണ്. ഉമർ അഹമ്മദ് അൽ മലൈബാരി, മുഹമ്മദ് ബിൻ അഹമ്മദ്, അബ്ദുസ്സലാം അൽ മൗലവി. ഇവിടെ അബ്ദുസ്സലാം മൗലവി എത്ര കാലമായിട്ട് സുഖമില്ലാതെ വാനരോഗമായിട്ട് അദ്ദേഹത്തിന്റെ ജീവനായി ഈ പ്രസ്ഥാനത്തിന്റെ, ഈ സംഘടനയുടെ, ഈ സ്ഥാപനത്തിന്റെ വാർഷികം 3 ദിവസമായി നടക്കുന്ന ഈ സദസ്സിൽ അദ്ദേഹത്തിന് ഇതിന്റെ ആദ്യത്തിനും അവസാനത്തിനും ആളുകളുടെ പരസഹായത്തോടുകൂടി മാത്രം കയറാനേ സാധിച്ചിട്ടുള്ളൂ. അന്നത്തെ അബ്ദുസ്സലാം മൗലവിയും KP മുഹമ്മദ് മൗലവിയും ഉമർ മൗലവിയുമാണ് ഈ മുജാഹിദുകൾ സംഘടിപ്പിക്കുന്ന ഫിത്നയുടെ നേതൃത്വം നൽകുന്നത് എന്ന് അറബിയിൽ അച്ചടിച്ച് ഈ UAE അങ്ങും നിങ്ങളും ബന്ധപ്പെട്ടവരുടെ മുമ്പിലെത്തിച്ചത് ഞങ്ങളുടെ സഹോദര സംഘടനയായ ഉൾപ്രതിഷ്ഠുക്കളാണെന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന്റെ മാനവോന്മുഖമായ അഭിവൃദ്ധിയെ കണക്കാക്കിക്കൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞു നടക്കാറുള്ള ജമാഅത്ത് സുഹൃത്തുക്കളാണ് എന്ന് ലഭിക്കാതെ സംശയമില്ല. ഞങ്ങൾ ആരോപണമായി ഉന്നയിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയവും പരിപാടിയും വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനും എനിക്ക് അധികാരമില്ലെങ്കിലും ഈ സംഘടനയിലെ ഒരു ഏറിയ അംഗമെന്നുള്ള നിലയ്ക്ക് ഔപചാരികമായി ഞാൻ ജമാഅത്തുകാരുടെ മേൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തെ താവലിച്ച് കാണിക്കുവാൻ വേണ്ടി വമ്പം കൈകൾ പ്രവർത്തിക്കുകയും അറബികളെ കൊണ്ട് അറബികളുടെ മേശപ്പുറത്ത് ഞങ്ങളെപ്പറ്റി നുണ പ്രചരിപ്പിച്ചെത്തിക്കുകയും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുമായി എന്ത് കാര്യത്തിലാണ് ഞങ്ങൾ ഐക്യപ്പെടേണ്ടത്? മാത്രമല്ല ആ ലഘുരേഖയിൽ അന്നേരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എഴുതിയതല്ലാതെ വേറെ ഒന്നും എഴുതിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാണ് കേരള മുസ്ലിം കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല സംഖ്യയുള്ളത് എന്നാണ് അവർ അതിൽ എഴുതിയിട്ടുള്ളത്. ആർക്കാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കത്താൻ ഉണ്ടെന്നറിയാത്തത്? ഇവിടെ കൂടുതൽ അംഗസംഖ്യയുള്ളത് സുന്നികൾക്കാണെന്ന് അറിയാത്തവരാരാണ്? അംഗസംഖ്യ വലിയൊരു കളവുമാണെന്ന് ഞാൻ പറയുന്നത്. ഇതിനാണ് കളവ് പറയുന്നത്. നേരാണ് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തൊരു കളവ് പറയും? പിന്നെ വളരെ കുലൂത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ പള്ളികൾ കൂട്ടിച്ചുകൊണ്ട് നടക്കുകയാണ് മുജാഹിദുകളുടെ പണി എന്നാണ് ജമാഅത്തുകാർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പള്ളികളില്ല, ഒരു ആശ്വാസം എന്നുള്ള നിലക്കാണ് മുൻപിങ്ങളായ ഏർപ്പാട്. ഉത്തരവാദിത്വമൊന്നും വേണ്ട. കുയിലിന്റെ കാക്കന്റെ കുയില് കൂടിയിട്ടില്ലാന്ന് പറയുന്നത്. കാക്ക കൂടിയിട്ടും ഒരു
നേരെ സമയം വന്നാൽ കുയില അതിൻ്റെ ഉള്ളിൽ കണ്ട് പറഞ്ഞാൽ താക്ക പുറത്തുകണക്കലാണ്. മുജാഹിദുകൾ പള്ളി ഭരിക്കുകയും ആ പള്ളിയുടെ മുഴുവൻ ഉത്തരവാദിത്വം പേറുകയും പണം തിരിഞ്ഞ് നടത്തുകയൊക്കെ ചെയ്യാം. അതിന്റെ ഉള്ളിലുള്ള ആനുകൂല്യം ജമാഅത്തുകാരെ അനുഭവിക്കാമെന്ന വിലക്ക് ആളുകൾ ഉണ്ടായത്. അവർക്ക് ചുരുക്കം ചില സ്ഥലങ്ങളിൽ പള്ളി ഉണ്ടായി. അവിടെ നിങ്ങൾക്ക് കേസുണ്ടായിട്ടില്ലേ? കേസിൽ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടില്ലേ? പള്ളിയിൽ കുനൂത്തിന്റെയും തറാവീന്റെയും പേരിൽ പള്ളി പൂട്ടിക്കാനുള്ള സമ്പ്രദായം എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായ പള്ളിക്ക് അത്ര നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. മദീന അത്ര മൈലമൂലിക്കും പഠിപ്പിക്കാറില്ലേ? അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ എന്തിനും നിങ്ങൾ ഈ നുണ പ്രചരിപ്പിക്കുന്നു? എന്താണ് നിങ്ങൾക്ക് നേട്ടം? പരലോകത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. പരലോകത്തിലെ വിശ്വാസത്തെപ്പറ്റി പുസ്തകം എഴുതി നടത്തുന്ന ആൾക്കാരാണല്ലോ. എന്തിനും മുജാഹിദ് പ്രസ്ഥാനത്തെപ്പറ്റി ഈ തരം അപവാദങ്ങൾ പറഞ്ഞു പരത്തി നിങ്ങൾ എന്ത് നേടാനാണ് വിചാരിക്കുന്നത്? ഇസ്ലാമികമായ ഭരണം നടത്തുകയും ലോകത്തിൽ നിന്നോളം ഇന്നോളം നീതി പുലർത്തുകയും ചെയ്യാൻ വേണ്ടി കച്ചവടത്തിൽ ഒരുങ്ങി നടക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭൂഷണമാണോ? പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവർക്ക് ഏറ്റവും വലിയ അംഗസംഖ്യയുള്ള സംഘടന. ഖത്തറിൽ നിന്ന് ഒരു 10 കൊല്ലം മുമ്പ് ഒരു അംഗാസികൾ വന്നു. 10 കൊല്ലം മുമ്പ് ഒരു അംബാസിഡർ വന്നു. ഒരു അതിവിദ്യപ്രശ്നത്തെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാൾ ഞങ്ങളോട് ചോദിച്ചു, ഇവിടെ മുസ്ലിം ലീഗിലെ ജമാഅത്തെ ഇസ്ലാമിക്ക ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ളത്. അയാളെ വിവരം നോക്കിയാണെങ്കിൽ അത് അവിടെ ചെന്ന് പറഞ്ഞു വെച്ചിരിക്കണേ. നമ്മൾക്കിപ്പം ലീഗോ കോൺഗ്രസോ ഒന്നുമല്ല. മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ലീഗിലോ ജമാഅത്തെ ഇസ്ലാമിയിലോ എന്ന് ഒരാൾ അന്വേഷിക്കണമെങ്കിൽ എന്താ അയാളുടെ കലയിലുള്ളതെന്ന് ആലോചിക്കും. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വരെ ഹിന്ദുക്കളുടെ ദാവത്ത് നടത്തിയിട്ട് ഒരു ഗ്രാമം റഹ്മത്ത് നഗർ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം കൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. എങ്ങനെയുണ്ട്? റഹ്മത്ത് നഗറിൽ, തമിഴ്നാട്ടിൽ റഹ്മത്ത് നഗറിൽ കുറെ ആൾക്കാർ മുസ്ലിങ്ങളെയല്ലോ. ആ മുസ്ലിങ്ങളായതൊക്കെ ജമാഅത്തേൽ പോയിട്ട് ബാധാക്കിയിട്ട് ആക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജമാഅത്തേടെ വൈക്ക് പോയിട്ടുണ്ടോ എന്നെങ്കിലും എനിക്കറിയില്ല. ഇങ്ങനെ ഇവിടെ എന്തെല്ലാം ഉണ്ടാണ് അത് മുഴുവനും ഇവിടെ മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇല്ലെങ്കിൽ ഇസ്ലാമോ ഇസ്ലാമിക പ്രവർത്തനങ്ങളോ ഇല്ല എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ അത് മുഴുവൻ വായിക്കണമെങ്കിൽ എല്ലാം ഈ ജാതി എന്ത് ഐക്യങ്ങളെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെന്നാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന സേവനമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളും ശിർക്കാണെന്ന് വിശ്വസിക്കേണ്ട കാര്യമാണല്ലോ. നിങ്ങൾ ആ ശിർക്കിന്റെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും വകതിരിവില്ലാത്ത പുതിയ ഒരു തലമുറയെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ വാർത്തെടുത്ത ഗുരുനാഥന്മാർ ശിർക്കും വിദ്യാർത്ഥിയും മനസ്സിലാക്കിയവരാണല്ലോ. ഞങ്ങൾ വാർത്തെടുത്ത കുട്ടികൾക്ക് ഉണ്ടായെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ശിർക്കും വിദ്യാർത്ഥിയൊക്കെ ഒരുപോലെ എന്ന് വിചാരിച്ചത്. ഇത് വാർത്തെടുത്ത ഗുരുനാഥന്മാർക്ക് ശിർക്കും വിദ്യാർത്ഥി അറിയുന്നത്. ആ കാര്യത്തിൽ എന്ത് സേവനമാണ് നമുക്ക് കൂട്ടായി നിർവഹിക്കാനുള്ളത് ഒന്ന് ആലോചിച്ചുകൂടെ? ഐക്യം എന്ന് പറയുമ്പോൾ ഐക്യത്തിന് വേണ്ടി ആദർശം പ്രചരിപ്പിക്കുന്നതിനെ തീരുവല്ല, ആദർശം മാനമായ രീതിയിൽ പ്രചരിപ്പിക്കുക. ഉമർ മൗലവിയെ ഞരമ്പ് രോഗിയാണ് എന്ന് ജമാഅത്തുകാർ പറഞ്ഞു നടത്താറുണ്ട്. ഒരു നിർമ്മിക്കുന്നതൊക്കെ എന്ന് ജമാഅത്തിൽ ഇസ്ലാമിക്കത്തിൽ ചെയ്തതായി നിരൂപിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആദർശം അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഒരു ദുരാരോപണം എവിടെയാണ് നിങ്ങളെപ്പറ്റി നടത്തിയിട്ടുള്ളത്? ഉമർ മൗലവി ഖത്തറിൽ വന്നാണ്. ഞാനിത് പറയുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലം. ജമാഅത്തെ ഇസ്ലാമിയുടെ നയവും പരിപാടിയും വിശദീകരിക്കേണ്ട അതിന്റെ കേരളത്തിലെ അമീർ മുജാഹിദ് പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തകന്മാരെയും പറ്റി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ മിസ്വാക്ക് കെട്ടുന്നത് ഒരു ഇറക്കണ്ടെങ്കിൽ മറ്റേ തർക്കിച്ച് നടന്നോളൂ. ഞങ്ങൾക്ക് രാഷ്ട്ര പുനർനിർമ്മാണം നിർവഹിക്കേണ്ടതുണ്ട്. എന്ത് രാഷ്ട്ര പുനർനിർമ്മാണം നിർവഹിക്കുന്നത്? ഞങ്ങൾക്കൊന്നുമില്ലെങ്കിൽ അതാണെങ്കിൽ തന്നെ മുസ്വാക്കിയത്തിൽ എങ്ങനെയെങ്കിലും മനസ്സിലായല്ലോ. അത് പോയി ഇറക്കേണ്ട എവിടെയെങ്കിലും മനസ്സിലായി. രാഷ്ട്ര പുനർനിർമ്മാണം പറഞ്ഞു എന്താണ്? നിങ്ങൾ 1944 ഇന്ത്യ രാജ്യത്ത് സ്ഥാപിതമായതിനു ശേഷം ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്ര
പുനർനിർമ്മാണത്തിന്റെ ഫണ്ടിലേക്ക് നിങ്ങളുടെ വഴിയായിട്ടുള്ള എന്തൊരു സംഭാവനയാണ് ഉണ്ടായിട്ടുള്ളത്? എക്കാലത്ത് മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്കെതിരിൽ പുറംതിരിഞ്ഞു നിൽക്കുക എന്നതായിരുന്നു നിങ്ങളുടെ താല്പര്യം. നിങ്ങൾ ഇവിടെ മുസ്ലിംകളുടെ വിദ്യാഭ്യാസത്തിന് ഗവൺമെന്റ് ചെലവിൽ കലാലയങ്ങളിലേക്ക് അയച്ചപ്പോൾ നിങ്ങൾ ആ കലാലയങ്ങളെ കൊലാലയങ്ങൾ എന്ന് വിളിച്ച് സമാധാനിച്ചവരാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാഭ്യാസ നയം വളരെ ചെറുപ്പത്തിൽ തന്നെ അകാല ചരമമടങ്ങുന്നു എന്നൊരു പരമാർത്ഥമാണ്. ഇപ്പോൾ കോളേജുകളാവാം, സ്കൂളുകളാകും, എന്നാലും ആ കൂടിയ സമ്പ്രദായം വെച്ചുകൂടാറുള്ളത് ജനങ്ങളോടുള്ള ആൾക്കാരൊക്കെ പണം ബാധിച്ച് രാഷ്ട്രപുനർനിർമ്മാണത്തിൽ നിങ്ങൾക്ക് ഒരു പങ്ക് നിർവഹിക്കാത്ത കേട്ടെങ്കിൽ ഞങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയും. ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസിയെത്തി ചെയ്യുന്ന കാര്യങ്ങളും പഠിക്കാറുണ്ട്. ഞങ്ങളൊന്നും ദീനിലുള്ള എല്ലാ നിർദ്ദേശങ്ങളോടും ഞങ്ങൾക്ക് പഠിപ്പാൻ അടിയങ്ങളുടെ ഈ തെറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ തമ്പുരാക്കന്മാർ പുറത്തു തന്നേക്കുക. ഞങ്ങൾക്ക് ഇസ്ലാമിക എല്ലാ കാര്യങ്ങളും ഏറ്റവും മഹത്തരമായ കാര്യത്തിൽ ഏറ്റവും മഹാത്മ്യം ഞങ്ങൾ കൽപ്പിക്കുന്നു. എന്താ അർത്ഥയെ തിന്നാകൂ എന്ന് ഇസ്ലാം കൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിവ് എങ്ങനെയാണ് വേണ്ടതെന്ന് പഠിക്കാൻ അവകാശമില്ലേ? പക്ഷേ ഞങ്ങൾക്ക് ഇസ്ലാം അറവാണ് എന്ന് പറയാനുള്ള അവകാശം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ അറിയാൻ പറയും ഇസ്ലാമിനെ പറ്റി, ഇസ്ലാമിൽ അറിവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇസ്ലാം അറവാകുന്നു. ഇസ്ലാമിൽ ഭരണത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം ഭരണമാകുന്നു. ഇസ്ലാമിൽ പദാർത്ഥത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇസ്ലാം പദാർത്ഥമാകും. നിങ്ങൾ വേറെ ഇരിക്കേണ്ടത് ഇതൊക്കെ ഇസ്ലാം ജീവിതത്തിന്റെ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്നു. അത് ജീവിത വ്യവസ്ഥയാണ്, രാഷ്ട്രമാണ്, രാഷ്ട്രീയമാണ്, ദേശമാണ്, നാടാണ്, ജനതയാണ്, ഭരണമാണ്, ഭരണകൂടമാണ്, ശക്തിയാണ്, സ്വാതന്ത്ര്യമാണ്, ഘടനയാണ്, പദാർത്ഥമാണ്, കേവലമാണ്, അതാണ്, ഇതാണ്, അവസരം ആരാധനയാണ്. അതിന്റെ ചോട്ടിൽ ഒരു വാചകം കൂടി എഴുതിയാലോ തോന്നി ഇത് ഭ്രാന്താണ് എന്ന്. ഇസ്ലാമിന് ചില സേവനാണ്, എന്ത് അധികാരമാണ്, എന്ത് യോഗ്യതയാണ് ഇസ്ലാമികമായി ഞങ്ങളെ വിമർശിക്കാൻ നിൽക്കുന്നത്. ഞങ്ങൾ അടരാടുന്നത് എന്തിനാണ് നിങ്ങളറിയും? ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല. അനുകൂല സാഹചര്യം വന്നാൽ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ മുസ്ലിംകൾക്കിവിടെ രാഷ്ട്രീയമായ അധികാരം വേണ്ടതില്ല എന്ന് നിങ്ങൾ പറയുന്നില്ല. അത് ഞങ്ങൾ മുഖേനയാകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല എന്ന് മാത്രം. ഞങ്ങൾ ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി കേവലം വർത്തിക്കുന്നു. ആരും അധികാരത്തിൽ വരട്ടെ, ഞങ്ങൾക്ക് സന്തോഷമാണ്. മുസ്ലിം സമുദായത്തിന്റെ ഉദാഹരണത്തിന് വേണ്ടി ഈ രാജ്യത്ത് പ്രവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഈ രാജ്യത്തിന്റെ അങ്ങോളമുള്ള രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ, ഇന്ത്യ രാജ്യത്ത് മുസ്ലിംകൾക്കെതിരെ ബ്രിട്ടീഷുകാർ വന്നേറുന്നവർക്ക് ചരിത്രം പരിശോധിച്ചാൽ, മുസ്ലിംകളുടെ നന്മയ്ക്ക് വേണ്ടി, ഇസ്ലാമിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവർ മുജാഹിദുകൾ വേണ്ടി വന്നപ്പോഴൊക്കെ ബോംബെകൾക്കൊക്കെ ഇറങ്ങി അടരാടിയതായിട്ടുള്ള ചരിത്രമുണ്ട്. പക്ഷേ അതിന്റെ നേട്ടം ഞങ്ങൾക്ക് വേണം ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന് മാത്രം. ഇസ്ലാമിന് അറിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരിത് പറഞ്ഞപ്പോ ഇതിനെപ്പറ്റി പറയാം. ഇസ്ലാമിന് ജീവിതമുണ്ട്, അപ്പൊ ഇസ്ലാം ജീവിതമാണ്. ഇസ്ലാമിൽ പദാർത്ഥമുണ്ട്, അപ്പൊ ഇസ്ലാമിൽ ആക്കണമുണ്ട്, അപ്പൊ ഇസ്ലാം അറിവാണ്. അങ്ങനെ തന്നെ അപ്പൊ ഹുമൈനി മനസ്സിലാക്കിയത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറിവാണ്. അമിതമായ ആവേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഈ മുസ്ലിം യുവാക്കൾ നിങ്ങളുടെ കീഴിലുള്ള എന്തിനും പോലെ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുകയും നിങ്ങളവരെ കയറി വിടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങൾക്കാരെ തിരിച്ചാൽ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ആദ്യം ISL ചേർത്തിട്ടുണ്ടായി, IS-12 അത് ജമാഅത്തിൻ്റെതാണോ അല്ലേ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് തിരിയം പെണ്ണുമായി മാറ്റി ഇറക്കിയതായിരുന്നു. എന്താണ് പെണ്ണ് കാണാം, ആർക്കാം പെണ്ണ് നന്നെങ്കിൽ അല്ലെങ്കിൽ ചക്കന് എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. എന്താണ് പഴയ സ്ത്രീ നോക്കട്ടെ, ചെറുണ്ടെങ്കിൽ ജമാഅത്ത് അല്ലെങ്കിൽ ജമാഅത്തല്ല. ISL ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് വലിയ ഗംഭീര വർത്താനായിട്ട് എന്താ ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ വന്ന് ജമാഅത്തെ ഇസ്ലാമിനെ നിരോധിച്ചു. ജമാഅത്തെ ഇസ്ലാമിനെ നിരോധിച്ചു. ISL ഉണ്ട് എന്നല്ല ഇന്ത്യ ഗവൺമെന്റ് മനസ്സിലാക്കിയത് ഇരിക്കുന്നത്. പക്ഷെ പിറ്റേന്നെ പ്രസ്താവന ഏത് ISL സേവനം ഈ രാജ്യത്ത് ആവശ്യമില്ലാത്തതുകൊണ്ട് തിരിച്ചുവിട്ടിരിക്കുന്നു. ഇന്ത്യ സേവനത്തിലേക്ക് ഇതൊരു ധൈര്യം കണ്ടു. എന്നിട്ടോ ഇപ്പൊ രണ്ടാം പ്രാവശ്യം ഞങ്ങൾ ഐക്യത്തിൽ ജനിക്കണം നിങ്ങളെ ചിത്രം പറഞ്ഞിട്ടില്ല, മുജാഹിദ് പ്രശ്നങ്ങളില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല.
നിങ്ങൾ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുവാൻ വന്നു. നിങ്ങൾക്ക് വേണ്ടി പലർക്കും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളെ പ്രവർത്തകന്മാർക്ക് അതറിയാം. ഞങ്ങൾ കൂടെ നിങ്ങളെ പ്രവർത്തിക്കുവാൻ കൂട്ടി നിങ്ങൾക്കൊരു ചാനൽ എന്നുള്ള തരത്തിൽ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഒരു പാർട്ടിയെ നിരോധിച്ചുകൊണ്ട് ആ പാർട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് അതിനാൽ അഭിപ്രായം ഉണ്ടായില്ല. ഞങ്ങൾ നിങ്ങൾക്ക് അഭയം നൽകി. നിങ്ങൾ ഞങ്ങളെ കൂടെ പ്രവർത്തിച്ചു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോ നിങ്ങളെ കൊലലൊക്കെ ഞങ്ങൾ കണ്ടതാണ്. ഇതല്ലോ പ്രബോധനത്തിലെ ചോദ്യം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന അവരെ പറ്റി നിങ്ങൾ അഭിപ്രായമുണ്ട്. മുജീബിന്റെ ഉത്തരം അങ്ങനെ ഒരു പ്രസ്താവനയുടെ ഉള്ളതായി ഞങ്ങൾ പരിഗണിക്കുന്നില്ല. പിന്നെ ആരേക്കാണ് സഹിക്കാൻ വേണ്ടിയത്? പരിഗണിക്കാത്ത ഞങ്ങളെ മാത്രമല്ല, ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി മാനാഞ്ചിറ മൈതാനിയിൽ നിന്ന് പ്രസംഗിച്ചു. ജമാഅത്തെ ഇസ്ലാമി പിന്നെ ചില സംഘടനകൾ വർദ്ധിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള മഹാസംഘടനകളും ആ കൂട്ടത്തിൽ ചില കൊച്ചു സംഘടനകളും എന്ന് പറഞ്ഞ കരവിൽ കണ്ടാൽ കൊച്ചു സംഘടന പറഞ്ഞാൽ ഇത്ര കൊച്ചു സംഘടനയെ നിങ്ങൾക്ക് എന്തിനയക്കത്തില്ല? നിങ്ങളുടെ ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിദൂരമായ ഒരു ലക്ഷ്യം നിങ്ങൾ പറഞ്ഞ് വീട്ടിലായ രണ്ടാം പ്രാവശ്യപ്പെടുന്നുണ്ടാക്കി ശരി ആർക്കാ സ്ഥിതി ജമാഅത്തെ ഇസ്ലാമിയുടെക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നുള്ളത് സംശയം ഒരാൾക്കും സംശയമില്ല. ഇപ്പൊ ചെവി ഞങ്ങളെല്ലാം പറഞ്ഞത് ചെവി ഞങ്ങളെല്ലാം പറഞ്ഞതിന്റെ സംഘാടകൻ ഔദ്യോഗികമായ യോഗത്തിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെവിക്ക് പകരം ഇപ്പോൾ എന്തോട് തന്റെ പുലതായ ഇസ്ലാമിനോ എന്തോന്നുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ഇവർ ചേർന്നില്ലെന്നാണ്. ഇവർക്ക് ഇപ്പൊ ഇത് പഴഞ്ചായ ജമാഅത്തെ ഇസ്ലാമി ഹുമൈനിയാണ് സാക്ഷാൽ ഇസ്ലാമും നിങ്ങൾ സ്ഥാനത്ത്. നിങ്ങൾ കണ്ടില്ലേ രണ്ടുപേർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരായിരുന്നു. ഇറാനിൽ വന്നതല്ല ഇസ്ലാമിക് മൂന്നാഴ്ച കുട്ടിസ്ഥാനാർത്ഥികൾ. ഇവർ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി മുജാഹിദുകളെ പിന്തുണക്കന്മാരും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണിൽ കണ്ടുന്നവരുമാണെന്നും പറഞ്ഞു നടന്ന് ജമാഅത്തെ ഇസ്ലാമിക് ആദർശ പ്രചരണം വഴി കേരളം നടത്തിയ കുട്ടികളാണ് ഹുമൈനിയുടെ ഫോട്ടോ കൂട്ടിയിട്ട് കാവലിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നും നേരം വെളുക്കാൻ നേരായിട്ടില്ലേ? ആ ലൈഫ സുബർഗ് കരിയും നേരം ആയില്ലേ? എന്താ നിങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് ഇതോട് യോജിക്കാൻ സാധിക്കും? ചെറുക്കുമാക്കിയതിൽ കഴിഞ്ഞ് പോയതാണവർ. എന്നിട്ടിപ്പോൾ അവർ എത്തിയതെവിടെയാണ്? ഹുമൈനിയുടെ ഫോട്ടോ കൂട്ടിക്കുന്നവർക്ക് ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന ഏതൊരു അങ്ങാടിയിലാണ് ഹുമൈനിയുടെ ഫോട്ടോ കളത്തിന് വിൽക്കാത്തത്? ശിർക്കിൽ നിന്ന് ഇത്രയും സമരം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഞങ്ങൾ ഇതുവരെ ഒരു നേതാവിന്റെ ഫോട്ടം വെച്ച് ആരാധിക്കുന്നിടത്തോളം തുല്ലികൾ അകപ്പതിച്ചിട്ടില്ല. നിങ്ങളോ കർറയിലാമ പറയുന്നത് ഓടി അകന്നതിലേക്ക് എടുത്തു ചാടിയതാണ്. ഇതൊക്കെയാണ് അപ്പുറങ്ങൾ. സുന്നികൾക്ക് വരെ വലിയ മഹാന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫോട്ടോ വെച്ച് ആരാധിക്കാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങളോ ആരാധിക്കാനായിട്ടില്ല. എന്തോ വേണ്ടത് എന്താ പിന്നെ ഫോട്ടോയുടെ കാര്യം? നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ പിടിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇസ്ലാമതം ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെയും ഷിയായിസത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു പെൻഡുലമായി ആടിക്കളിക്കുകയാണ്. ചിലപ്പം കെട്ടിയാടും, ചിലപ്പം കെട്ടാവും. ഈ ശിർക്ക് മുഴുവനും ഖുറാഫാത്ത് മുഴുവനും കബറാരാധന മുഴുവനും മൊത്തമായും ചില്ലറയായും നിർമ്മിക്കുകയും കാഴ്ചയാക്കുകയും വിതരണം ചെയ്യുകയാണ് യുവാനിലെ ഷിയാ പ്രസ്ഥാനത്തിന്റെ പ്രധാന ജോലി. നിങ്ങൾ ഇറാനോട് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുണ്ടാക്കി പ്രേമത്തിൽ നിന്ന് ഇപ്പോൾ അവരെ ഒന്ന് അകറ്റിയാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ വർദ്ധിച്ച കാര്യമല്ല. ആദ്യം നോക്കേണ്ടിയിരുന്നു കല്യാണത്തിന്റെ അന്ന് മൂക്ക് പിടിച്ചാൽ നീളൂലാന്ന് പറയുന്നുണ്ട്. പെൺകുട്ടിനെ കിട്ടിക്കാൻ നേരത്തെ മൂക്ക് പതിഞ്ഞോട്ട് അപ്പൊ പിടിച്ചു വെച്ചാൽ അത് നീളോ? 40 നോക്കണം. മൂക്ക് ഉഴിഞ്ഞ് ശരിയാക്കി അപ്പോഴേ നിങ്ങളോട് കല്യാണത്തിൽ നിന്ന് പിടിച്ചാൽ തൂങ്ങിയാൽ മൂക്ക് വേണമെന്നല്ലാന്നുണ്ടാവില്ല. കുട്ടികൾ വളർത്തുമ്പോൾ അതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് മുജാഹിദിനോട്, മുജാഹിദ് പ്രസ്ഥാനത്തോട്, മുജാഹിദ് പ്രവർത്തകന്മാരോട് യാതൊന്നും പറയാൻ അവകാശമില്ല, അർഹതയില്ല. ഞങ്ങളുണ്ടാക്കിയല്ലോ യുവസംഘടനകൾ നോക്കിയതിന്റെ പോലെ ഇവിടെ ISM ഉണ്ടാക്കിയിട്ട് അവരുടെ പ്രവർത്തനം കണ്ടിട്ടാണല്ലോ ISM ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇന്ന്
IS എന്നുള്ളത് ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് അഭിമാനകരമായി സന്തോഷത്തിന്റെ കണ്ണീരോടുകൂടി മാത്രം ഓർക്കാവുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് ജമാഅത്ത് ISM. ഞാൻ യാതൊന്നും ഇതാക്കാറില്ല. എനിക്ക് ആരെയും ആക്ഷേപിക്കേണ്ട ഉദ്ദേശമല്ല. ഞങ്ങളെ തരം കിട്ടുമ്പോഴൊക്കെ ആക്ഷേപിക്കുന്നതൊന്നും ഒഴിവാക്കിയാൽ തരക്കേടില്ല. ഞങ്ങളെപ്പറ്റി വിദേശത്ത് നിങ്ങൾ നുണ പ്രചരിപ്പിക്കാതിരുന്നാൽ മതി. ഏത് വേണമെങ്കിൽ പ്രചരിപ്പിച്ചോളൂ. ഞങ്ങൾക്ക് എനിക്ക് വിരോധമല്ല. ഞങ്ങൾ അള്ളാഹുവിനെ കണ്ട് മാത്രമാണ് ഈ കാര്യം തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക പ്രവർത്തന രീതിയും ശൈലിയും കൈക്കൊള്ളുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. അഭിപ്രായ ഭിന്നതകൾക്ക് അഭിപ്രായങ്ങൾ ഓരോരുത്തരും അഭിപ്രായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പൊതുവായിട്ടുള്ള മേഖലയിൽ പൊതുവായിട്ടുള്ള പോയിന്റിൽ യോജിക്കുന്നതിന് ആരുമായി യോജിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിരഭിപ്രായം. ഇനി സുഹൃത്തുക്കൾക്ക് മൂല്യന്മാര് പറയുന്നത് ഇവർ ഇസ്തിഹാസ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോ എവിടെയാണോ സ്ഥലം? ഒറ്റപ്പുറത്തുനിന്ന് മുസ്ലിയാക്കളോട് ഞങ്ങൾ രക്ഷിക്കണേന്ന് പറഞ്ഞാണ് പല കൗരുണ്ട്. AT അബ്ദുൽ ഖാദർ മൗലവി എന്നോട് പറഞ്ഞു എന്ന് പ്രസംഗിച്ചതായി ഒരു തീര. അബ്ദുൽ ഹമീദ് മൗലവിയാണ് പറഞ്ഞത് എന്ന് പ്രസംഗിച്ചതായി ഒരു തീര. ഏതാ മഹത്തമരായ കൗരുണ്ട് അറിയില്ല. എന്തെങ്കിലും ആകട്ടെ മൗലവിമാര് ഏതിലുള്ള മുസ്ലിയാക്കളോട് പറഞ്ഞു അത്രേ ഞങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷിക്കണം കേട്ടോ, യാതൊരു രക്ഷയും വേറെ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പോട്ടെ, ഒരു മുജാഹിദിന്റെ വീട്ടിലെ പട്ടി പോലും ഒരു മൂല്യാരം നമുക്ക് വരാറില്ല. എന്നിട്ടല്ലേ അവരോട് നമ്മളും സഹായം ചോദിക്കുന്നത്. ഞങ്ങൾ മറ്റേ പുരേക്കർക്കിട്ട് വെക്കണം. ഞങ്ങൾ അള്ളാഹിനെ വിശ്വസിച്ചാണ്. നിങ്ങൾ ആൾക്കാരെ കരയെക്കെട്ടി മുക്കാൻ കിട്ടുന്നില്ലേ? ഞങ്ങളെ പ്രവർത്തനങ്ങളോട് ചോദിച്ചു വെച്ചു ഞങ്ങൾ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിരുന്നു. ഞങ്ങളെ തല്ലുപുടി ഉണ്ടാക്കിയത് അധികർക്കാണ്. തല്ലുപുടി ഉണ്ടാക്കിയെന്ന് പറയുകയാണെങ്കിൽ ആ കൂട്ടിയുന്ന ആൾക്കാരൊക്കെ ഞങ്ങളെന്നെ പുലത്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ ആൾക്കാർ ഞങ്ങൾ പുലത്യം പറയും. തലയിൽ പാടില്ലാത്ത ഒറ്റവട്ടം കൂട്ടിയില്ലാവും. ഞങ്ങളവിടെ നീതി പാടില്ലാത്ത ഞങ്ങൾ നിങ്ങളൊരു സഹായത്തിന് അപേക്ഷിക്കും. അങ്ങനെ നാട്ടിൽ ജീവിക്കണ്ട ഒരു മൗലിയാരോട് ഞങ്ങളെ ഒന്ന് കൈപ്പിലാക്കണമെന്നുള്ള കാലത്ത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആളുകളുടെ പെരുപ്പം നിങ്ങളുടെ കൂടെയാണെന്നുള്ള സംശയം. അവരെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു ഉദാഹരണം പറയുകയാണ്. നിങ്ങളെ കൗടിന്റെ പോലെ അതുകൊണ്ടാക്ക് വാക്കവി അയാളെ ഒന്നും നടക്കാതെ കുറച്ച് പെണ്ണുങ്ങൾ അയാളെ നാട്ടിൽ സാധാരണ കുഞ്ഞുങ്ങളായ പെണ്ണുങ്ങളെ വിളിച്ചു നോക്കിയിട്ട് ടേപ്പ് തുറന്നിട്ട് ഷിർക്കിന്റെ അർത്ഥം ചോദിച്ചു. ഷിർക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ടേപ്പ് കേട്ടപ്പോ പെണ്ണുങ്ങളോട് ചോദിച്ചു, ഇപ്പോ ഇതിനും ഉത്തരം ഞങ്ങളെ പോലെ പറഞ്ഞില്ലേ ഒരാളെ ചോദ്യത്തിന്? പിന്നെ 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തിന് എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അയാൾ പറയുന്നത് കളവാണല്ലോ, മറ്റേ ആൾ പറഞ്ഞിട്ടില്ല മറുപടി. ആ കേസ് തന്നെ കൊണ്ടുവന്നു. കുറച്ച് ആണുങ്ങൾ കുറച്ച് വയസ്സായ ആൾക്കാരെ വെച്ചിട്ട് കേൾപ്പിച്ചു. മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പോലെ പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിയാർ പറഞ്ഞപ്പോ അവരോട് ചോദിച്ചെന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ജനങ്ങളെ ഈ കോളേജിനാളുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു രക്ഷയില്ല. ഇതിനോട് ഞങ്ങൾക്ക് ഒരു മാർഗവും ഒരു സൂത്രം ഞങ്ങൾ കണ്ടെത്തിയില്ല. ഈ ഏർപ്പാട് യാതൊരു തീർത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ തന്നെ ഈ ജാതി ആൾക്കാരെ നിങ്ങൾ മുമ്പിൽ ചെയ്തു. നിങ്ങൾ എന്ത് പറഞ്ഞാലും നോക്കൂലൊക്കെ പറഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കി മനുഷ്യന്മാർ അവരോട് ഞങ്ങൾക്ക് ഒരു പറഞ്ഞില്ല. അതല്ല ഞങ്ങള് ഒറ്റപ്പെട്ട നാളപ്രകാരം നിശ്ചയിച്ചു. പക്ഷേ സ്റ്റേറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രാദേശിക കമ്മിറ്റിക്ക് വിട്ടതാണെന്ന് എന്നതിന്റെ പ്രവർത്തകന്മാരെ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും പറയേണ്ട, സ്റ്റേറ്റ് ഒന്നെന്ന് പറഞ്ഞാൽ വേറെ എല്ലാം അവർക്കുണ്ടെന്ന് പറയാൻ പറഞ്ഞു. സ്റ്റേറ്റ് ഒന്നിനുള്ള കരാറിൽ അത് മുമ്പുകളല്ല. അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ഒന്നും സംഭവിച്ചപ്പോ
മൂല്യന്മാരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. സമർത്ഥനായ മൂല്യന്മാർ ആരാണ്ട് അവർ സ്റ്റേജിൽ 5 കൊടുക്കാറ്. ഇതിൽ 2 ജനറൽ വിഭാഗത്തിൽ 5 പൂർത്തിച്ചിട്ട് ഞങ്ങൾ കയ്യേറ്റം ചെയ്യാൻ ഞങ്ങൾ ആൾക്കാരെ കാണുന്നത്. അപ്പൊ ശക്തി മൊത്തമായിട്ട് ഒരു അറ്റാക്കിന് ഓർമ്മ കൊടുത്താൽ ഞങ്ങൾ അവർക്ക് വിഷമാണല്ലോ. അതുകൊണ്ട് 2 ആൾക്കാരാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അതിനേക്കറിയാം, ഇത് കണ്ണാടി വീട്ടിൽ നിന്ന് കല്ലെറിയുകയും 2 പേർക്ക് എതിരെ അന്വേഷിച്ചു. ഞങ്ങളെ മാത്രം എറിയാൻ പറ്റും, അവർക്ക് 3 ഇക്കാക്കാർക്ക് കൂട്ടി കഴിക്കായിട്ട് ഇലക്ക് മണ്ടിക്കാൻ എനിക്ക് നെറ്റിന്റെ പുറത്ത് കൂടി പറഞ്ഞത്. ഞങ്ങൾ പേടിച്ചിട്ട് അവിടെ കുത്തിരിക്കുന്നത് നിൽക്കുക. മറ്റൊരു പേടിയില്ലാത്തത് കൊണ്ട് ഡെസ്കിന്റെ മുകളിൽ കിട്ടാൻ വെച്ച് പിന്നെ തല പുറത്താൻ കണ്ടപ്പോൾ ഒരു കസേരച്ച് മൂത്തും പിന്നെ തല പുറത്തുണ്ട് എന്ന പൈതമുള്ള ഒരു ബാഗും കാറ്റി വെച്ചിട്ടാണ് മൂപ്പര് പേടില്ലാത്ത ആൾ കുത്തിയിരിക്കുന്നത്. അയാളോട് പിന്നെ എന്ത് പറയുന്നത് പാവന്റെ എന്നുള്ളത് ഞങ്ങളൊന്നും കട്ടാത്തിന് അറിയാം. അവരെല്ലാം മനുഷ്യന്മാരായിട്ട് പെരുമാറാൻ പറ്റിയ കുറച്ച് കുട്ടികളുണ്ട്. അവരെ കുട്ടിയിട്ട് ഞങ്ങൾ പല നാട്ടുകാലങ്ങളും ഹരവും പറഞ്ഞ് അങ്ങനെ കുറെ കുട്ടിന്റെ സമയം പോട്ടെ. പിന്നെ അവരോട് സഹായം ആരോടാ എനിക്ക് സാഹചര്യം ചണ്ട മറ്റേ ഈ മക്കളത്തിനോട് സഹായം സങ്കടം പറയാൻ പോയത്. ചെണ്ട പറഞ്ഞ് ചെങ്ങായിയെ നേരം മോചായ അടി തന്നെ എന്തായാലും കണ്ടത്. അപ്പൊ പെണ്ണാകാം അനക്ക് ഒരുവർത്തനായിട്ടുള്ള എനിക്ക് 2 പുറത്ത് വയ്ക്കും ആരെ കണ്ടു. അതുപോലെ ആരോടെ പറഞ്ഞ അച്ഛനെ പേടിച്ചിട്ട് എലി വർക്കമായി അതോ ഞങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കൂട്ടത്തിന് സത്യമായിട്ട് പറയാം, എനിക്ക് യാതൊരു ഭയമുണ്ടായിട്ടില്ല. ഞാൻ പൊതുവെ ധീരനല്ല. പക്ഷെ ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരിക്കലും അസൈറ്റുണ്ടാകില്ല. ഞാൻ സത്യമില്ല, എനിക്കത് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായകാലം കിട്ടിയത് കേട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസന്നപരനായിട്ട് അവസാനം വരുത്താം. ഇറങ്ങാൻ വേണ്ടി തീരുമാനമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഒരു മരം ഇറങ്ങണ്ട എന്താ കത്തിച്ച് ഞാൻ വെക്കണ്ടേ അതറിഞ്ഞു. ഒറ്റാൾക്കാരറിഞ്ഞു. ഈ വലിയ ഞങ്ങൾ ഇസ്ലാമയിലാ വിദ്വാൻ കേട്ടോ. മൂപ്പരറിയില്ലേ, മൂപ്പര 4 ആളുകൾ ആട്ടക്കളം പിടിക്കുന്ന മാതിരി ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ മുന്നിൽ പറയും പോലെ പഞ്ചായത്താക്ക് വേണ്ടി ഓടി ഇറങ്ങണ മാതിരി പതുക്കെ എന്നിട്ട് അവരോടാ ഞങ്ങൾ സഹായാക്കുന്നത്. അല്ലെങ്കിൽ പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള തർക്കം ഇസ്തിഹാസനെ പറ്റിയല്ലേ. ഇസ്തിഹാസയിൽ നമ്മൾ വാദമെങ്കിൽ മരിച്ചു പോയാലും ഇത് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ മരിച്ചിരുന്നോ? അതൊക്കെ ഇസ്തിഹാസയാവും. ഈ ചോദിക്കാത്തന്നെ ബടാണെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു മസാലുണ്ട്. ചത്തയിലൊക്കെ ജീവിച്ചിരിക്കലും എന്നാണല്ലോ. ആ നിരക്കാണെങ്കിൽ ഇസ്തിഹാസെന്ന് പറയാം. ഞാൻ ഈ സദസ്സിന്റെ ഗൗരവം കുറച്ചുപോലും ഞാൻ നിഹായമായും ഭയപ്പെടുന്നു. എന്നാൽ ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രധാനമായും അതിന്റെ പ്രത്യേകിച്ച് അതിന്റെ ഒരു അങ്ങേയറ്റത്തെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നത്തെ വഹിതന് ആ തൗഹീദ് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റി ഇസ്ലാമിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ആ രീതിയിൽ ആ കാര്യം പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വാദപ്രതിവാദമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നത് ഞങ്ങളുടെ പ്രബോധനമാർഗമല്ല. നിങ്ങൾ വഴിക്കിറക്കുകയും പിടിച്ചിറക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രവർത്തകന്മാർ സമ്മതിക്കാനാണ്. അതിന് ഞങ്ങൾ വഴങ്ങുകയും ചെയ്യാറാണ്. ഞങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഭയപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് ജനങ്ങൾ പറയുമല്ലോ മുസ്ലിം സമുദായത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഞങ്ങളോട് ഉൾപ്രതിഷ്ഠ വിഭാഗത്തിൽ തന്നെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരെ അതുപോലുള്ള ആൾക്കാരൊക്കെ പറയുമല്ലോ, ഇവർക്ക് കണ്ടോ പൊതുജനങ്ങൾ ആകെക്കൂടി തമ്മിൽ ചലിക്കുന്നു. എന്നാലും ഇന്നത്തൊരു സംഗതിയൊക്കെ ഇവിടെ ഒരു പാടത്ത് നിന്ന് വെള്ളം കൊണ്ടുപോകാനുള്ള തോട് വെട്ടേണ്ട തർക്കത്തിൽ 3 ആളുകൾ മരിച്ചിട്ടുണ്ട്. ആ ജാതി ലഹളകളിൽ രാജ്യത്തിന്റെ പ്രഭാവങ്ങൾ നടന്നത്. ഈ തർക്കത്തിൽ അത് നേർക്കുനേരെയുള്ള ഇത്തരം സംഭവങ്ങളിൽ ഒരാൾക്ക് ഇന്നേ വരെ ജീവഹാനി സംഭവിച്ചിട്ടില്ല. ഈ പ്രവർത്തനം ആരംഭിച്ച് കുറെ കാലമായി മുസ്ലിംമാര് വാഴ് പറയുകയും കൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത് അവർ നാടുവിട്ട ശേഷം ജനങ്ങൾ വെറുതെ നടക്കുന്ന ആളുകളെ കൊത്തിക്കൊന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മുജാഹിദ് വാദപ്രതിവാദത്തിലോ പിന്നിലും മുജാഹിദുകളും തമ്മിലുള്ള ഒരു വിവാദത്തിലോ അല്ലെങ്കിൽ നേർക്കുനേരുള്ള പ്രശ്നത്തിലോ ഒന്നും ഉണ്ടായിട്ടില്ല. കൂർക്കലെ അറിയല്ല. നിങ്ങൾ ഈ ടേപ്പ് കേൾക്കുമ്പോ അധികവുമുള്ള കൂക്കു അന്ന് നടന്നാലും വിചാരിക്കരുത് കേട്ടോ. എന്താ പുതിയ കേൾക്കാറുണ്ട്. എന്താണ് ഈ ടേപ്പ് കൊണ്ടൊക്കെ
ടേപ്പ് കൊണ്ടുവച്ചിട്ട് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പൂക്കാത്ത സ്ഥലമെങ്കിൽ അവിടെ ടേപ്പിൽ പറഞ്ഞിട്ട് പൂക്കുക, എന്നിട്ട് അത് പിടിക്കാം. എന്നിട്ട് അത് വെച്ചാലെന്തായാലോ ഞങ്ങളൊന്നും കേൾക്കില്ല, അപ്പൊ പൂക്കല്ലേ. ഇത് ഞാൻ തങ്ങൾക്ക് പറയുകയാണ്, ഉത്തരവാദിത്തത്തോട് കൊടുക്കില്ല അറിയാം. ഞങ്ങളത് ഡബ്ബിയിൽ മറ്റേ കാസറ്റിലേക്ക് പിടിക്കുമ്പോൾ ഫുൾ വേൾഡത്തിൽ ആളുകൾക്ക് കേൾക്കാൻ ചെയ്യാത്ത രൂപത്തിൽ പിടിക്കാം, മറ്റൊരു വളരെ ക്ലിയർ ആയിട്ട് പിടിക്കാം. അങ്ങനെ ക്ലിയർ ആയിട്ട് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലിയർ ആയിട്ട് ആൾക്കാർ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പൊ സാധാരണ പൂക്കൽ നടന്നിട്ടുള്ള ഓർത്ത്, അപ്പൊ പൂക്കാത്തോർക്ക് ഇതിന് പൂക്കി കൊടുത്തിട്ട് പിടിക്കാം. ഇങ്ങനൊക്കെ ഒരു മതപരമായ കാര്യത്തിൽ ജയിച്ചിട്ടെന്താ കാര്യം? എത്ര കാലം അത് എത്തിക്കാൻ പറ്റും? അപ്പോൾ ഞങ്ങൾക്ക് ഞാനല്ലോ ഐക്യത്തെ സംബന്ധിച്ചിടത്തോളം യോജിക്കാവുന്ന പോലെ യോജിക്കുന്നതിന് കാര്യം വിരോധമില്ല. പക്ഷേ അത് ആദർശമാർക്ക് കൊണ്ടാകുന്നത് മാത്രമല്ല, വാദപ്രതിവാദം ഞങ്ങളെ പ്രബോധന മാർഗമല്ല. പിന്നെ വാദപ്രതിവാദത്തിൽ ജയിച്ച് ഞങ്ങൾ തോറ്റു എന്ന് പ്രചാരണം നടത്തുന്നതിനോട് ഞങ്ങൾ നാട് നിങ്ങൾക്കാണ് കൂടുതലുള്ളതോട് നോക്കില്ല. ഒന്ന് കൂട്ടരുത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ ഏർപ്പെട്ട ആളുകൾ അതിനാ കന്നഡ പ്രസംഗത്തിൽ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കൂടി കരാർ എഴുതിയിട്ട് 2 സ്റ്റേജിൽ നിന്നും വായിച്ചു കിട്ടിയ ശേഷം നാടായ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ മൂക്ക് കീഴ്പ്പെട്ടായ മനുഷ്യരൊക്കെ വിറക്കത്തിച്ച് ചാടിപ്പോയില്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറ്റി? അന്ന് അതിലുണ്ടായിരുന്ന അസമുദ്രിയരല്ലേ പിന്നെ ആ ആമൂര് വാത് പറയാൻ വന്നപ്പോ ഇവിടെ പണ്ട് വർക്കെത്തിച്ച് ചാടിപ്പോയി പ്രസംഗിച്ചപ്പോ സുന്നികളുടെ നേതാവ് എഴുതിയിട്ട് മുസ്ലിയാരോട് പറഞ്ഞു അതിവിടെ പറയാൻ പാടില്ല, അതിവിടെ പറയാൻ പാടില്ലാന്ന് ഇയാള് ബുദ്ധില്ല. അവിടെ എന്താണ്ടായാലും ഞങ്ങൾക്കറിയാം അവിടെ പറയാൻ പാടില്ല. പക്ഷേ അവിടെ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും കത്തിയുണ്ടാണ് ശ്രീമാരവിന്റെ ഏടി മോഡലം കഴിയുന്ന മാതിരിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇപ്പോഴും വർക്കിച്ചാടി. ആ ജാതി മുളക്ക് നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നു, അത് നോക്കിയില്ല. മറ്റുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യാതൊന്നുമില്ല. ഞങ്ങൾ ഈ ഏർപ്പാട് അത്ര പച്ചമായ ഒരു കാര്യവും വളരെ സന്തോഷത്തോടു കൂടി നടത്തുന്നതല്ല. ഈ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കരിമത്ത് ഉയരാൻ വേണ്ടിയും അതാക്കാൻ വേണ്ടിയുമാണ്. ഇതൊരു വാദപ്രതിവാദല്ലേ? പ്രവാചകന്മാരോ സ്വന്തം വാപ്പയും മകനും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുറഹ്മാൻ അബൂബക്കർ പറഞ്ഞു, അന്നത്തെ വിശ്വസിച്ചില്ല. ബദർ 2 ഗണത്തിന് പലപ്പോഴും പിതാവ് അങ്ങയുടെ വാളിന്റെ തോട്ടിൽ വന്നിരുന്നു, പക്ഷേ ഞാൻ എന്നെ ഒഴിവാക്കിയതാണ് എന്ന് അബൂബക്കർ പറഞ്ഞു. മകനെ, നീ എന്നാണ് എന്റെ വാളിന്റെ തോട്ടിൽ വന്നിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടായിരുന്നു. മകൻ വിശ്വസിച്ചില്ല, അബൂബക്കർ വിശ്വസിച്ചില്ല. 2 വർഷത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഏറ്റുമുട്ടിയില്ല. പക്ഷെ അത്രയും പറഞ്ഞു, നിങ്ങൾ പാപ്പ നിങ്ങൾ പലപ്പോഴും എന്റെ വാളിന്റെ ചോട്ടിൽ വന്നു, പാപ്പ തന്നെ ചോദിച്ചിട്ട് കഴിച്ചിലാക്കിയതാണ്. അബൂബക്കർ പറഞ്ഞു, ആ വിശ്വാസത്തില്ല, കാര്യമില്ല, കളിയില്ല, മകനുള്ള കളിയില്ല, നീ എന്റെ വാളിന്റെ ചോട്ടിൽ വന്നിട്ടാണ് വെട്ടി കാഴ്ച കണ്ട് കഷ്ടം ഉടനെ ഞാൻ വേർപ്പെട്ടിട്ടുണ്ടാവുകയാണ്. എന്റെ കുഴപ്പല്ലേ? ഞങ്ങളിൽ ആയിരങ്ങൾക്ക് വേണ്ടി ഒരു വാദപ്രതിവാദം നടത്തുന്ന ആൾ വലിയ ആരാളും നീക്കാൻ വയ്യാത്ത അഭിസരാമ പോലെ ഈ ഫിത്തനത്തിന് നേതൃത്വം നൽകുന്ന കുട്ടിക്ക് ഇസ്ലാമിനെ കൂടി ഒഴിവാക്കില്ല. അതേസത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു യുദ്ധം നടത്തി. എത്ര യുദ്ധം? എന്താണ് യുദ്ധം നടത്താനുള്ള കാരണം? അവരുടെ വിശ്വാസം വെച്ച് പുലർത്തിയ മാറ്റം ജീവിക്കാൻ പോയിട്ട് സമ്മതിക്കാൻ ചെയ്തിട്ടില്ല. മരണം കിട്ടാനൊന്നല്ല, മരണക്കൈന്റെ കൂട്ടത്തിൽ വരുന്നതിനെ ചട്ടിയാണ് പോലെ പറയാറുള്ളത് പോലെ. അപ്പൊ ഈ ദായിരാമല്ല എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. കഴിയുന്നിടത്തോളം മുസ്ലിം സമുദായത്തെ പോറലേൽപ്പിക്കരുത് എന്ന് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ മതിയാക്കുന്നില്ല. ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ നാനാത്മകമായ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അരീക്കോട് 40 കൊല്ലം മുമ്പ് അബ്ദുസ്സലാം മൗലവി മുജാഹിദ് പ്രസ്ഥാനം ആരംഭിക്കുകയും മദ്രസ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ അരീക്കോട്ടിന്റെ സ്വഭാവം എങ്ങനെ പോയിരുന്നു നിങ്ങൾ ആലോചിക്കുക. എന്താ ഇതിന്റെ അടുത്തിലെ കാളാനൂര്, പിന്നെന്താണ് മൈത്തറ, പിന്നെ വെളയില്, മറ്റേർത്ത് മറിച്ചേർത്ത്, എന്താ ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിയാണ്. എന്താണ് ഞാന് ആ ഒതായിൽ സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ട്രാൻസ്ഫർ നിലനിർത്തി വെളയിൽക്ക് ഒരു മാറ്റം കിട്ടി. അവിടെ ചെന്ന് നോക്കുമ്പോ ആ സ്കൂള് എന്ന് 1964-65 കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിൽ മനസ്സിലാക്കിയ ശേഷം 65-ൽ ഞാൻ വെളയിൽ ചെന്ന സ്കൂളിൽ ചെന്ന് നോക്കിയപ്പോൾ എന്താ കഥ വെച്ചോ, ആ സ്കൂൾ എടുത്തു പോകാൻ നേരത്ത് ഒരു മുജാഹിദായ മാഷ് മറ്റേ ജബ്ബാർ മാഷെ കുനിയിൽ ബെറ്റർ അഡ്ജസ്റ്റ്മെന്റ് ട്രാൻസ്ഫർ എന്നുള്ള നിലക്ക് ആ സ്കൂൾ നിലനിർത്താനുള്ള വ്യവസായ ശ്രമം എന്നുള്ള നിലക്ക് വെളയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് അയാളെ സ്കൂൾ പിടിച്ചു നിർത്തുകയാണ്.
ഞാൻ അത് തന്നെ വ്യത്യാസം എന്താ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? സ്കൂളിൽ വരുന്ന കുട്ടികൾ സ്കൂളിൽ വരില്ല, സുന്നികൾ തന്നെ കാര്യമായിട്ട് തലകെട്ടോടേക്ക് കുട്ടികൾ വരുന്നത് സുന്നികൾ. അപ്പോ എന്താണ് പറയുന്നത്? ഇതുവരെ കുടിയിൽ പണി കഴിഞ്ഞു. ആയിക്കോട്ടെ, കുടിയിൽ പണിയിട്ടുള്ളവരുടെ കിടപ്പൊക്കെ വരികയും ചെയ്യും. മാഷേ കുട്ടികൾ രക്ഷിതാക്കൾ അല്ലെ നമ്മളെ മമ്മീനെ കണ്ടില്ലല്ലോ. ജപ്പാർ മാഷ് വലിയ രക്ഷിക്കനാണ്. ഓരോ കുറച്ചു കാലം കുട്ടിയെ കണ്ടിട്ട് ഓൻ പേരില്ലേ, ഓനവിടെ കുടിയിൽ പണിയാണ്. ആയിക്കോട്ടെ, കുടിയിൽ പണി പഠിപ്പിക്കേണ്ടി ഇടക്കൊക്കെ പറഞ്ഞേട്ടോ. ആ നിലക്കാണ് അവിടെ ഏത് കാക്കാണ് മുജാഹിദ് പ്രസ്ഥാനവും അബ്ദുസലാമോലയുടെ പ്രവർത്തനവും ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനം അല്ലെങ്കിൽ ഈ കാലങ്ങളിലും അരീക്കോടും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാകുമായിരുന്നു? ഇതെന്താണ് വ്യത്യാസം ഉണ്ടാകുക? ഈ കോഴിക്കോട്ടൂരും അരീക്കോടും തമ്മിൽ എന്താ സൃഷ്ടിപ്പിൽ വലിയ വ്യത്യാസമുണ്ടോ? അല്ല, മുജാഹിദ് പ്രസ്ഥാനം വളർന്നിടത്തൊന്നും മുസ്ലിം സമുദായത്തിന് നഷ്ടം വന്നിട്ടില്ല. ആദർശപരമായി ലായിലാഹിയുടെ കാര്യത്തിൽ ഇവിടുത്തെ സുന്നികളും ഇവിടുത്തെ മുജാഹിദുകളും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകാം. മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ വളർത്തിയെടുത്ത സ്ഥാപനത്തിന്റെ ഉപയോഗം എടുത്ത് നന്നായിത്തീരുന്നതിൽ ഒരു കക്ഷിയും പിന്നോക്കം നിന്നിട്ടില്ല. ഇതുള്ള കുട്ടികൾ ഒരു സ്കൂൾ പഠിക്കുന്നില്ലേ? എന്തിന് ഞങ്ങള് ഈ ലോകത്തിന് വരുമ്പോ ഇക്കുള്ള ഒരു നെറികേടാണ് ഞാൻ പറയുന്നത്. ഇവരുടെ പ്രവർത്തനത്തിന് ഒരു പ്രത്യേക ശൈലി. അച്ഛകൾ പ്രവർത്തിക്കാതെ കേട്ടിട്ടുണ്ട് എങ്ങനെയെന്ന് മുമ്പ് വാർത്തകളിലല്ലോ. ഒരു നോട്ടീസ് ഉണ്ട്, സുന്നി ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സുന്നിന്നാണ്. ഞാൻ കളിയാക്കി പറയല്ല, ജില്ലാ സുന്നി എന്ന് പറഞ്ഞിട്ട് സുന്നിന്റെ പക്ഷേ അതല്ലോ സമസ്ത കേരള ജില്ലത്തിലും എവിടെ എന്റെ സമസ്ത അറിയാത്ത അതിന്റെ സമസ്ത കേരള നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ഓപ്പൺ നടന്നല്ലോ. അതിന്റെ ഗേറ്റ് പോയിട്ട് അപ്പൊ പിന്നെ ഒരു സമസ്ത വേറെ എഴുതിയാലും മോശം അതിന്റെ ചെയ്യായിട്ടൊന്നുമല്ല. ആയിക്കോട്ടെ, അതിനുള്ള കാര്യം എനിക്ക് വിടുന്നു. എന്നിട്ടോ യുവജന സുന്നി യുവജന സംഘായിക്കൂടെ നിങ്ങൾ സുന്നി യുവജന സംഘാക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം യുവജന സംഘത്തിൽ ആളെ ചേർക്കൽ 60 വയസ്സായ ശേഷമാണ് യുവജന സംഘം എന്ന് പറഞ്ഞാൽ. അപ്പൊ ജില്ലാ സുന്നി എന്ന് പറഞ്ഞ് നടക്കുന്നത് അതിന് നിങ്ങൾ ആലോചിച്ചു. ഒരു വാൾ പോസ്റ്റർ എത്തി, വാൾ പോസ്റ്ററിലുണ്ട് ഒരു സ്റ്റാർ മാർക്ക്, ഒരു നക്ഷത്ര ചിഹ്നം, 6 കോണുള്ള നക്ഷത്ര ചിഹ്നം ഇവിടുത്തെ ജില്ലാ സുന്നിക്കും ഇസ്രായേലിലെ യഹൂദികൾക്കും മാത്രമേ ഉള്ളൂ. മുസ്ലിംകൾ ഉപയോഗിക്കുന്ന മുഴുവൻ നക്ഷത്ര ചിഹ്നവും വെറും 5 കോണ് മാത്രമാണ്. 6 കോണ് ഇസ്രായേലി പ്രത്യേകതയാണ് സ്റ്റാർ മാർക്കിന്റെ. പിന്നെ അതുള്ളത് ആർക്കായിട്ടോ? ഇവിടുത്തെ ജില്ലാ സുന്നികൾക്ക് അവരറിഞ്ഞോണ്ടല്ല. കാറ്റയ്ക്കൊന്ന് ചങ്കിരാഞ്ചി അയച്ചു. പ്രവർത്തനത്തിന്റെ കയ്യിലോ എഴുതാതെ കേട്ടിട്ട് വേറെ വെക്കുന്ന ഒരു യോഗം നടത്തുകയാണ്. അയാൾ ആദ്യം എഴുതാത്തിന്റെ സാധാരണ മര്യാദ വേറെ എഴുതാതൊക്കെയാണ്. ഇവരെ അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ യോഗത്തിന് പോരുമ്പോ മാന്യന്മാരായ ആളുകളെ ഇൻസൾട്ട് ചെയ്യാനും പിന്നെ കഥാരിക്കാനും കളിയാക്കാനും വേണ്ടിയിട്ട് തെണ്ടിച്ചക്കന്മാരെ പിന്നെ മൗലൂദ് കച്ചവടം നേരത്തെ സൃഷ്ടിക്കാം. അച്ഛനെ നെറികേട്ടെ പറ്റി പറയണ്ട. പക്ഷേ ഇങ്ങനത്തെ ഒരു നെറികെട്ട സമുദായമായതുകൊണ്ടാണല്ലോ ആ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി നമ്മൾ ഇത്ര മെനക്കുണ്ട്. അതെ, സൊസൈറ്റിയിലാക്കാൻ പിന്നെ ആംഗ്ലോ അറബിക് കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി, അലിഗഡ് കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി പണപ്പിരിവിരി എന്നപ്പോ അതിനുവേണ്ടി പ്രസംഗിക്കുമ്പോൾ ഒരു ചെങ്ങായി ചെരുപ്പെടുത്തൊരു ഒരു മുസ്ലിം ഈ സമുദായത്തെയാണ് എനിക്ക് ഉദ്ധരിക്കാനുള്ളത്. അതുകൊണ്ട് എന്റെ കയ്യായി സഹായിക്കുക. അവിടെയാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ സമുദായം എടുക്കുന്നത്. ഈ സമുദായത്തെയാണ് ഞങ്ങൾക്ക് ഉദ്ധരിക്കാനുള്ളത്. ഈ സമൂഹത്തെയാണ് ഞങ്ങൾക്ക് വളർത്തിയെടുക്കുവാനുള്ളത്. അതിനു വേണ്ടി ഞങ്ങൾ സഹിക്കുന്ന എന്ത് ത്യാഗവും അധികമാകില്ല എന്നാണ് ഞങ്ങളുടെ എളിയ വിശ്വാസം. ഞങ്ങൾക്കവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ടില്ല. ഞങ്ങളുണ്ടാക്കിയ ഈ സ്ഥാപനങ്ങളിൽ പരാജയങ്ങളിൽ ഏത് സുന്നിവന്മാരും ആര് വന്നാലും ഞങ്ങൾ പഠിപ്പിക്കുന്നു. അവർക്ക് കൂടി ആനുകൂല്യം കിട്ടേണ്ടതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. പക്ഷേ ഈ സമൂഹത്തെ നയിക്കുന്ന ആളുകളുടെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? അവരുടെ നേതാവ് പുസ്തകം എഴുതി മുസ്ലിംകൾക്ക് ഖുർആനുമായുള്ള ബന്ധത്തിന്റെ അവസ്ഥ
ഖുർആൻ വായിക്കാൻ പോലും പഠിക്കൽ വുജൂബില്ല. ഫാത്തിഹ മാത്രമേ ഓതാൻ പഠിക്കേണ്ടതുള്ളൂ, അതിന്റെ തന്നെ അർത്ഥം പഠിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. സാധാരണ ചില മുസ്ലിയാക്കൾക്ക് ചില ഖണ്ഡങ്ങൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെയുള്ള അപകടമാകാമെന്ന്. പക്ഷേ അയാളുടെ വിയോഗത്തോടുകൂടി ഈ അപകടം ഒഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല. ഈ സമൂഹത്തെ നയിക്കുന്ന ആളുകളുടെ കഥകൾക്ക് കേൾക്കണോ? ഖുർആൻ സ്കൂളുകളിലും കോളേജുകളിലും ഖുർആൻ പഠിപ്പിക്കുന്നത് നിർത്തണമെന്ന് ഔപചാരികമായി സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ഈ സംഘടന പാസാക്കിയിരിക്കുന്നു. ഇവരൊക്കെ ദേശീയമെന്ന് പറയുന്ന മുസ്ലിങ്ങളോട് ദേശമുള്ള പ്രവർത്തനങ്ങളും അത് വെണ്ടക്ക നിരത്തി 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. സമുദായത്തിൽ ഖുർആനെ സ്കൂളുകൾ പഠിപ്പിക്കാൻ പാടില്ല. സ്കൂളിൽ സർക്കാർ ചെലവിൽ കുട്ടികളെ പഠിക്കട്ടെ തന്നെ വിചാരിക്കുന്നത്, പഠിപ്പിക്കാൻ പാടില്ല. കാരണം പഠിപ്പിച്ചാൽ ഖുർആൻ ഞങ്ങൾ ഓതുകയും ഞങ്ങൾ അർത്ഥം പറയുകയും ചെയ്യും. അത് നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഓടിയാലേ അങ്ങനെ എന്തല്ലോ അതിന്റെ അർത്ഥം പഠിക്കണത് അഭ്യാസിലെ അവരെ സ്വഭാവ സാധ്യത അവിടെ ചോദിച്ചപ്പോ അതിന്റെ അർത്ഥം കണ്ടാ എന്നാ റാത്തീബ് നിന്റെ പേരെന്ത് എക്സ്പെൻസ് വർക്കില്ലേ അതാണ്. ഖുർആൻ പഠിപ്പിക്കാൻ പാടില്ല എന്നായി കൂട്ടി പറയുന്നത്. ഇവരുടെ പിടുത്തത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കുവാനത്. മുസ്ലിം സമുദായത്തെ മുഴുവനും മുജാഹിദാക്കി ഇലക്ഷന് പോകാനല്ല. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അംഗമാകണമെന്നില്ല. ഈ തത്വം നിങ്ങൾ അംഗീകരിച്ചാൽ മതി, ഈ കാര്യം നിങ്ങൾ അംഗീകരിച്ചാൽ മതി. ജനങ്ങളുടെ മുമ്പിൽ നെട്ടലോടുകൂടി നിവർന്നു നിൽക്കാവുന്ന സംസ്കാര സമ്പന്നമായ ഒരു സമൂഹമായി നിങ്ങൾ വളർന്നു വന്നാൽ മതി. മറ്റുള്ള മതവിശ്വാസികളിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രത്യേക വിശ്വാസങ്ങൾ പ്രകടമായി പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറി നിന്നാൽ മതി. ഞങ്ങൾക്ക് ഈ സംഘടനയെ കാലത്തും തുടരണമെന്നില്ല, ഈ ആശയം നിലനിൽക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഈ സമൂഹം എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ? രക്ഷിതാവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ കലിമത്തുണ്ടല്ലോ, തൗഹീദിന്റെ ആണിക്കല്ലായ വചനം. ആ വചനം പോലും ശിർക്കിന് വേണ്ടി ന്യായീകരിക്കുന്ന പതനത്തിലാണ് ഇതിന്റെ നേതൃത്വമുള്ളത്. നിങ്ങൾ കേട്ടില്ലേ? വരെ ഒറ്റപ്പുറത്ത് നിന്നോട് മാത്രം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൂടിയാണ് കല്യാണത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോടെ പോവുകയും ഓൻ മറ്റോടെ പോവുകയും മറ്റോടെ പോവുകയും ചെയ്ത് താഴെ ഒരാൾ വരുന്നതിന് അറിയാക്കാത്തുണ്ടോ? ഇല്ലാത്ത നിന്നെ മാത്രമാണ് അല്ലാഹുവേ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എളിയ ഞാൻ മാത്രമല്ല, മുസ്ലിം സമൂഹത്തിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലെ വലിയവരും ചെറിയവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്പിയാക്കളും സാലിഹ്കളും ശുഹദാക്കളും ഉത്ബീങ്ങളും എല്ലാ ആളുകളും മുസ്ലിം സമുദായത്തിലെ ഞങ്ങൾ എല്ലാവരും പടച്ചവനെ നിന്നെയാണ് ആരാധിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ആരാധിക്കുന്ന കാര്യത്തിൽ കീഴ്മേൽ ബന്ധം വ്യത്യാസമില്ല പടച്ചവനെ. ഞാൻ നിന്നെ ആരാധിക്കുന്നു, എന്റെ മുന്നിൽ നിൽക്കുന്ന ഇമാമ് നിന്നെ ആരാധിക്കുന്നു, ഞങ്ങളെ നയിച്ച പ്രവാചകൻ നിന്നെയാണ് ആരാധിച്ചത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സാലിഹ് നിന്നെയാണ് ആരാധിക്കുന്നത്. അതുപോലെ തന്നെ തമ്പുരാനെ നിന്ന് ഞങ്ങളെല്ലാവരും നിന്നോടാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളിൽ വലിയവരും ചെറിയവരും ഒക്കെ എന്ന് പറയാനാണ് എത്രയും പറഞ്ഞത്. ഇന്ത്യയിൽ മാത്രം കാര്യമില്ല. എവിടുക്കാ ദുര്യാഖ്യാനം? എന്തൊരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി ആക്കണ്ടോ അതിന്റെ എതിരിനെ വ്യാഖ്യാനിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പലപ്പോഴും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പോകും എന്ന് എനിക്ക് ചോദ്യത്തും. പടച്ച തമ്പുരാനെ നിന്റെ ഈ തൗഹീദ് നിലനിർത്തുന്നതിനും അത് ജനങ്ങളെ പഠിപ്പിക്കുന്നതിനും വേണ്ടി ഈ ഇറക്കിയ ഈ പ്രതിഷ്ഠവചനം അതിന്റെ വാർത്തതാക്കളും അതിന്റെ സംരക്ഷകരുമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ പണ്ഡിതന്മാർ ആ വചനം കൂടി ഒപ്പേ ഇവർ ദുര്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. ഈ എഴി ആ പ്രസംഗി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാകുന്നു. ഞങ്ങളുടെ ഈ ദുർബലങ്ങളായ ചുമലുകൾക്ക് ഇത്രയും പാടക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പടച്ചവരോട് പ്രാർത്ഥിക്കുവാൻ ചോദിക്കുക സന്ദർഭമായിരുന്നു. അത് ഏതൊരു കെളിവെട്ടാണോ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് സഹായം തേടാൻ പാടുള്ളൂ, മുസ്ലിങ്ങൾ ആരും തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് അത് തന്നെ പരസ്പരം സഹായിക്കാമെന്നതിന് ഒരു മനുഷ്യൻ ഒരു മുസ്ലിം പണ്ഡിതൻ ഓടിയാൽ പടച്ചവനോട് കൈമടക്കി പ്രാർത്ഥിക്കുകയല്ലാതെ എന്ത് ചെയ്യാനും? ഇത്രയും ദുഷിച്ച
ഒരു പണ്ഡിതന്മാരുടെ നില നയിക്കുന്ന ഈ സമൂഹത്തെ അവരടക്കം ഉദ്ധരിക്കുക എന്ന ഭാരിച്ച ചുമതലയാണ് മധ്യേ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിന് നിന്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം കിട്ടുമെന്നുള്ള ഏക പ്രതീക്ഷ മാത്രമേ രക്ഷിതാവേ ഞങ്ങൾക്കുള്ളൂ. ഈ ഐഹികമായ എന്തെങ്കിലും സുഖസൗകര്യങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ലഭിക്കണമെന്നോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ സമൂഹത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം നീ ഫലവത്താക്കിത്തരേണ്ടത്, ഈ സമൂഹത്തിൽ നിങ്ങൾ പറഞ്ഞത് മനസ്സിലാതെ നടത്തപ്പെട്ടിരിക്കേണ്ടത് എന്ന് മാത്രം താഴ്ചയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നിങ്ങളും കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹുദാനായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.